ഞാൻ വായിച്ച തിരുവെഴുത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം AD 90കളിൽ എഴുതപ്പെട്ടതാണ്. AD 90കളിൽ ലോകം ഭരിക്കുന്നത് റോമാ സാമ്രാജ്യമാണ്. അക്കാലത്ത് റോമാ സാമ്രാജ്യത്തെ ഭരണം ചെയ്തുകൊണ്ടിരുന്നത് ഡൊമേഷ്യൻ കൈസറായിരുന്നു. AD 90കളിലേക്ക് കടന്നു വരുമ്പോൾ ക്രൈസ്തവ സഭ അതിൻ്റെ പീഡയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ക്രൈസ്തവ സഭയുടെ ആരംഭം AD 30കളിലാണ്. കാരണം ആ കാലഘട്ടത്തിലാണ് യേശു കർത്താവ് ക്രൂശിക്കപ്പെടുകയോ മരിച്ച് അടക്കം ചെയ്യപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും 40-ാം നാൾ സ്വർഗത്തിലേക്ക് മലയിൽ നിന്ന് പറന്നു പൊങ്ങുകയും ചെയ്യുമ്പോൾ പിന്നീടുള്ള 10 ദിവസങ്ങൾ യേശുവിനെ അനുധാവനം ചെയ്തിരുന്ന ശിഷ്യഗണങ്ങളിൽ 120 പേർ ചേർന്ന് യെരൂശലേം പട്ടണത്തിലെ ഒരു ഉൾമുറിയിൽ മുകൾ മാളിക മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 10ാമത്തെ ദിവസം അവരുടെ നടുവിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയ്ക്കകത്ത് സഭ രൂപീകൃതമായി. യേശുവും ശിഷ്യന്മാരും മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു നാളിൽ യേശു അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. യേശു പറഞ്ഞതുപോലെ യഹൂദന്മാരുടെ പെരുന്നാളുകളിൽ പ്രധാനമായ പെന്തക്കോസ്ത് പെരുന്നാളിൽ അല്ലെങ്കിൽ 50-ാം ദിന പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് വരികയും ഭൂമിയിൽ സഭ സംജാതമാകുകയും ചെയ്തു. അന്ന് ആർത്തിരമ്പിയ ജനസമൂഹം, പെരുന്നാളിന് യെരൂശലേമിൽ കടന്നു വന്ന ജനം സഭയുടെ ആരവം കേട്ട് വന്നു നോക്കുമ്പോൾ കണ്ട കാഴ്ചയുടെ നടുവിൽ പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്ന് പ്രഭാഷണം ചെയ്ത് ആ പ്രഭാഷണത്തിൽ 3000 പേർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു. അന്ന് തുടങ്ങിയ സഭയുടെ ശാഖകളിൽ ഒരു ചെറിയ ഭാഗമാണ് ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷയ്ക്കായി നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും. ലോകത്തിൻ്റെ 5 വൻകരകളിലും ഈ വലിയ സുവിശേഷ വൃക്ഷത്തിൻ്റെ, ക്രിസ്തീയ വൃക്ഷത്തിൻ്റെ ശാഖകൾ പടർന്നു പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുക. എങ്ങനെ AD 30കളിൽ ആരംഭിച്ച ദൈവസഭ അതിൻ്റെ നല്ല യൗവനത്തിലെത്തുമ്പോൾ AD 60കളിൽ റോമാ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന നീറോ ചക്രവർത്തി ക്രൈസ്തവതയ്ക്കെതിരെ ശക്തമായ പീഡനം അഴിച്ചുവിട്ടോ. നീറോയുടെ വലിയൊരാഗ്രഹമായിരുന്നു റോമാ നഗരം പുതുക്കി പണിയണമെന്ന്. റോമാ നഗരം പുതുക്കി പണിയുവാൻ തക്കവണ്ണം പഴയ നഗരം നശിപ്പിച്ചു കളയണോ. പക്ഷേ അന്ന് തന്നെ റോമാ നഗരം മനോഹരമായിരുന്നതുകൊണ്ട് റോമിലെ മന്ത്രി സമൂഹം, അതിൻ്റെ സമിതി അതിനെ അംഗീകരിച്ചില്ല. ആകയാൽ നീറോയുടെ ഗൂഢമായ ബുദ്ധിക്കകത്ത് ഒരു ആശയം രൂപപ്പെട്ടു, റോമാ നഗരം കത്തിക്കുക എന്നുള്ളത്. റോമാ നഗരം അങ്ങനെ നീറോ തീയിട്ടു. റോമാ നഗരം കത്തിയെരിഞ്ഞോ. ജനരോഷം ഇരമ്പിയപ്പോൾ നീറോ തൻ്റെ ചേവകരെ വിട്ട് റോമാ നഗരത്തിൽ ഒരു വാർത്ത പ്രചരിപ്പിച്ചോ. യഹൂദന്മാരിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഈ ക്രിസ്ത്യാനികളാണ് റോമാ നഗരത്തിന് തീവെച്ച് ചുട്ടത് എന്ന്. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിലെ സകല മനുഷ്യനും ക്രൈസ്തവന് എതിരായി തീർന്നു. അന്ന് നീറോയുടെ പൂങ്കാവനത്തിലെ കൽത്തൂണുകളോടുകൂടെ ചേർത്തുകെട്ടി ക്രൈസ്തവരായിരിക്കുന്ന മനുഷ്യരെ പിടിച്ച് ചേർത്തുകെട്ടി മെഴുകുകൊണ്ട് പൊതിഞ്ഞ് തലയിൽ തീ കൊളുത്തി അവരെ രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് വെന്തുരുകുവാൻ തുടങ്ങി. ചീഞ്ഞ് കത്തുന്നതായിട്ടുള്ള മനുഷ്യമാംസത്തിൻ്റെ രൂക്ഷഗന്ധത്തിൽ നീറോ ആഹ്ലാദ വീണ വായിച്ചു കൊണ്ടേയിരുന്നു. നാളുകൾ കടന്നുപോയി. ആ കഠിനമായ പീഡയുടെ നടുവിൽ തിരുവെഴുത്തിലെ ഏറ്റവും അധികം ലേഖനങ്ങൾ എഴുതിയ പൗലോസ്ലീഹ കൊല്ലപ്പെട്ടു. പൗലോസ്ലീഹ മാത്രമല്ല, ക്രൈസ്തവതയുടെ പ്രഥമ പ്രഭാഷണം ചെയ്ത പത്രോസ്ലീഹയോ AD 60കളിലെ ആ റോമാ പീഡനത്തിനകത്ത് കൊല്ലപ്പെട്ടോ. എന്നാൽ AD 60കളിലെ റോമാ പീഡനത്തിൽ ഏറിയ അപ്പോസ്തലന്മാർ കൊല്ലപ്പെട്ടിട്ടോ, അനേകർ ചിതറിപ്പോയിട്ടോ. യെരൂശലേമിൻ്റെ തെരുവീതികളിൽ യോഹന്നാൻ അപ്പോസ്തലൻ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. നീറോയുടെ കാലം കഴിഞ്ഞു. ഏതാണ്ട് AD 90കളിലേക്ക് കടന്നു വരുമ്പോൾ ഡൊമീഷ്യൻ റോമാ സാമ്രാജ്യം ഭരിക്കുകയാണ്. ഡൊമീഷ്യൻ്റെ ഭരണകാലം അല്ലെങ്കിൽ റോമിൻ്റെ ഭരണകാലം ചരിത്രത്തിൽ നിന്ന് നാം പഠിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ സാമ്രാജ്യങ്ങളെക്കാട്ടിലും ജനോപകാരപ്രദമുള്ളതായിരുന്നു. ജനങ്ങൾ അതിനകത്ത് സുരക്ഷിതരായിരുന്നു. എന്തിനേറെ പറയുന്നു, കടൽ കൊള്ള പോലും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. കരയിൽ മാത്രമല്ല കടലിലും സമാധാനം നിറഞ്ഞു നിന്ന കാലങ്ങളായിരുന്നു റോമിൻ്റെ ഭരണകാലം. അക്കാലഘട്ടത്തിൽ റോമിൽ എല്ലാവരും ആരാധിച്ചിരുന്നത് റോമിലെ ഒരു ദേവതയായിരുന്നു ആരാധിച്ചിരുന്നത്. പക്ഷെ ദേവതയെ കണ്ടാരാധിക്കാൻ കഴിയുകയില്ലല്ലോ. ആകയാൽ ഡൊമേഷ്യൻ എന്ന മഹാനായ ചക്രവർത്തിയുടെ
ജനോപകാരപ്രദമായിരിക്കുന്ന ഭരണ നിയമങ്ങൾ ചട്ടക്കൂടുകളിൽ ജനം അദ്ദേഹത്തിലേക്ക് ആകൃഷ്ടനായി തീർന്നു. ആകയാൽ അദ്ദേഹം തൻ്റെ കൂടെയുള്ള മന്ത്രി പ്രമുഖന്മാരെ കൊണ്ട് തൻ്റെ പട്ടണത്തിൽ വിളിച്ചറിയിച്ചു, കാണാത്ത ദേവതയെ എന്തിനാ ആരാധിക്കുന്നത്? ഞാനിവിടെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഇനിയും ജനം എന്നെ ആരാധിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡൊമേഷ്യൻ ഒരു കുട്ടി ദൈവമായി, ഒരു ആൾ ദൈവമായി റോമിൽ അവരോധിക്കപ്പെട്ടു. അതിൻ്റെ ഒന്നാമത്തെ പടിയായി ഡൊമേഷ്യനെ അഭിസംബോധന ചെയ്യുമ്പോൾ കർത്താവും ദൈവവുമായുള്ളവേ എന്ന് ഡൊമേഷ്യനെ അഭിസംബോധന ചെയ്യണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ഏകദൈവ സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനുമല്ല ദൈവ. ഈ പ്രപഞ്ചത്തെയും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സകലത്തെയും സൃഷ്ടിച്ച ഒരുത്തനുണ്ടെങ്കിൽ സൃഷ്ടാവ് മാത്രമാണ് ദൈവ. അവനെ മാത്രമേ ഞങ്ങൾ കർത്താവെന്നും ദൈവമെന്നും വിളിക്കത്തുള്ളൂ. ആകാശത്തിൽ പറക്കുന്ന പക്ഷികളെ ആകട്ടെ, ഭൂമിയിൽ എഴയുന്ന കാലില്ലാത്ത ജന്തുക്കളെയാകട്ടെ, ഇല്ല നാലുകാലയിൽ വാലും ചുരുട്ടി ഓടുന്ന മൃഗങ്ങളെയാകട്ടെ, സമുദ്രത്തിലെ വെള്ളത്തിൽ ഊളിയിട്ട് സഞ്ചരിക്കുന്ന മത്സ്യങ്ങളെയാകട്ടെ, ഞങ്ങൾ ഇതിനെ ഒന്നിനെയും ദൈവമായി കണ്ട് ആരാധിക്കുകയില്ല. ഈ സർവപ്രപഞ്ചത്തെയും തൻ്റെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്ന സൃഷ്ടാവൊരുത്തനുണ്ടെങ്കിൽ അവനാണ് ഞങ്ങളുടെ ദൈവമെന്ന് ക്രൈസ്തവ വിശ്വാസം ഉറക്കെ പറഞ്ഞപ്പോൾ ഡൊമേഷ്യൻ്റെ ദുരഭിമാനത്തെ അത് തൊട്ടു. ഡൊമേഷ്യൻ ക്രൈസ്തവതയ്ക്കെതിരായി തിരിഞ്ഞോ. ഡൊമേഷ്യൻ ക്രൈസ്തവതയെ മുച്ചൂടും മുടിക്കുവാൻ തിരിഞ്ഞോ. അങ്ങനെ അതിൻ്റെ നാശത്തിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഡൊമീഷ്യൻ ആദ്യം പിടിച്ചത് ക്രൈസ്തവ നേതാക്കന്മാരെയായിരുന്നു. അങ്ങനെ താൻ പിടിച്ചു കെട്ടിയ, തടവിലാക്കുവാൻ, കൊന്നുകളയുവാൻ പദ്ധതിയിട്ട പ്രമുഖരിൽ ഒരുവനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. ഡൊമേഷ്യൻ്റെ യോഹന്നാനെതിരെയുള്ള പദ്ധതി ഡൊമേഷ്യനെ കൊന്നുകളയുക എന്നുള്ളതായിരുന്നു. ആകയാൽ അക്കാലഘട്ടത്തിൽ ഏറ്റവും ക്രൂരമായിരിക്കുന്ന മരണവിധിയായ തിളച്ച എണ്ണയിൽ തന്നെ മുക്കിക്കൊല്ലുവാൻ ഡൊമേഷ്യൻ വിധി പുറപ്പെടുവിച്ചു. വിധി നടപ്പാക്കുകയും ചെയ്തു. പക്ഷേ ആളിക്കത്തുന്ന തീയിൽ തിളച്ചു പൊങ്ങുന്ന എണ്ണയ്ക്കകത്ത് യോഹന്നാൻ മുങ്ങിയെന്നല്ലാതെ, യോഹന്നാൻ എണ്ണയിൽ കുളിച്ച് പൊങ്ങിയെന്നല്ലാതെ യോഹന്നാൻ്റെ രോമത്തിൽ പോലും തീ പിടിച്ചില്ല. കോപാക്രാന്തനായിരിക്കുന്ന ഡൊമീഷ്യൻ യോഹന്നാനെ അതിൽ നിന്ന് പൊക്കി വെളിയിൽ നിർത്തി. പക്ഷേ മതഭ്രാന്തിനകത്ത്, ആൾ ദൈവത്തിൻ്റെ ദുരഭിമാനത്തിനകത്ത് കയറിക്കൂടിയ ഡൊമേഷ്യന് ദർശനം ബുദ്ധി തെളിഞ്ഞില്ല. അക്കാലഘട്ടങ്ങളിൽ ഈജിയൻ കടലിടുക്ക്, റോമാ സാമ്രാജ്യത്തിൻ്റെയും ഈ യെറൂശലേമിൻ്റെയും ഒക്കെ യൂറോപ്പിൻ്റെ സമീപത്തിലുള്ള ഈജിയൻ കടലിൽ ചെറിയ ചെറിയ ദ്വീപുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു 3/4 നൂറ്റാണ്ട് പിമ്പിലേക്ക് കടന്നു ചെന്നാൽ ഇത് ബ്രിട്ടീഷിൻ്റെ ഒരു കോളനി ആയിരുന്നു. അങ്ങനെ കോളനി ഭരണങ്ങളുള്ള കാലഘട്ടത്തിൽ ധാരാളമായ തടവുകാരെ ഉൽപ്പാദിപ്പിക്കുക പതിവായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നടന്ന കാലത്ത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് അവർക്കെതിരായി നിൽക്കുന്നവരെ നാടുകടത്തുന്ന ഒരു ദ്വീപുണ്ടായിരുന്നു. അതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പോലെ തടവറ ദ്വീപുകളായി പ്രഖ്യാപിക്കപ്പെട്ട ദ്വീപുകളിൽ ഒന്നായിരുന്നു ഈജിയൻ കടലിടുക്കിലെ പത്മോസിൻ്റെ ദ്വീപ്. പത്മോസിൻ്റെ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട ഒരുത്തനും തിരിച്ചു വരത്തില്ല. ആ പത്മോസിൻ്റെ ഏകാന്തതയ്ക്കകത്ത് മനുഷ്യൻ ചത്തൊടുങ്ങത്ത് മാത്രമേ ഉള്ളൂ. ആ ദ്വീപിലേക്ക് ഒരു പടക് വന്ന് അടുത്തു നിൽക്കത്ത് പോലുമില്ല. ആ ദ്വീപിൻ്റെ തീരത്തിലേക്ക് വന്ന് തടവുപുള്ളികളെ തള്ളിക്കളഞ്ഞിട്ട് അവർ നീന്തി തുടിച്ച് അവിടെ എത്തുമായിരുന്നു. അപ്പോൾ ചോദിക്കാം, എന്താണ് ആ ദ്വീപുകളിൽ മനുഷ്യപ്പാർപ്പില്ലാതിരുന്നത്? അവിടെ ഉണ്ടായിരുന്ന അഗ്നിപർവ്വതങ്ങൾ അടിക്കടി പൊട്ടും, വോൾക്കാനോ. അങ്ങനെ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പൊട്ടി ഒഴുകുന്നത് കൊണ്ട് അവിടെ മനുഷ്യന് പാർക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുന്ന ലാവായിക്കകത്തുനിന്ന്, ഖനിഗർഭങ്ങൾക്കകത്തുനിന്ന് മനുഷ്യൻ ആ വസ്തുക്കളെ കോരിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഖനനം ചെയ്ത് അത് ഉപയോഗിക്കുമായിരുന്നു. ആകയാൽ തടവ് പറഞ്ഞ് പത്മോസിലേക്ക് അയക്കപ്പെടുന്ന മനുഷ്യർ ആ പത്മോസിൻ്റെ ഏകാന്തതയിലെ ഖനിഗർഭങ്ങളിൽ ഭക്ഷണമില്ലാതെ വേലയെടുക്കുമായിരുന്നു. ഒടുവിൽ അവനവിടെ ചത്ത് മരിച്ചു വീഴുന്ന ഈ മനുഷ്യൻ്റെ ശരീരങ്ങൾ മറവ് ചെയ്യുകയില്ല, മറവ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ശവന്തിനി കഴുകന്മാർ ഈ ദ്വീപുകൾക്ക് മുകളിൽ എപ്പോഴും പറന്നുകൊണ്ടിരിക്കുക. കാരണം ചത്തൊടുങ്ങുന്ന മനുഷ്യൻ്റെ മാംസത്തെ അസ്ഥികൾക്കിടയിൽ നിന്ന് വലിച്ചു കീറി തിന്നുന്നത് അവരുടെ ഏറ്റവും നല്ല ഇഷ്ടഭോജനമായിരുന്നു. അങ്ങനെ യോഹന്നാൻ എന്ന യേശു ശിഷ്യൻ, ക്രിസ്തുദാസൻ അവിടെ ജീവിക്കുന്ന കാലത്ത് ഉയരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാംസം കൊത്തി
പറിക്കാൻ നിൽക്കുന്ന തള്ളക്കഴുകന്മാരോ, ചിറകടിച്ചുയർന്നു പഠിക്കുന്ന കഴുകൻ കുഞ്ഞുങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പത്മോസിന്റെ ദ്വീപ്, ജീവിതത്തിൽ ഇനിയും ഒരു പ്രതീക്ഷയില്ലാതെ നിരാശയ്ക്കകത്ത് പാപത്തിൻ്റെ ഭാരം പേറി കിടക്കുന്ന തടവുപുള്ളികൾ, മരണത്തിൻ്റെ ഊർധ്വശ്വാസത്തിൻ്റെ ഞരക്കങ്ങൾ, കനിഗർഭങ്ങളിലെ കരിപുരണ്ട മനുഷ്യർ, ഇനിയും ഒരു തിരിച്ചുവരവുണ്ടാകത്തില്ലെന്നോ ഇവിടെ തൻ്റെ ജീവിതം അവസാനിക്കുന്നുവെന്നോ റോമാ സാമ്രാജ്യം വിധി എഴുതിയ കനിഗർഭങ്ങൾ നിറഞ്ഞ പത്മോസിൻ്റെ ഏകാന്തതയ്ക്കകത്ത് യോഹന്നാൻ തൻ്റെ പ്രാർത്ഥനകളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടോ, തൻ്റെ സാധ്യതകൾ നഷ്ടപ്പെട്ടോ, തൻ്റെ സമ്പർക്കങ്ങൾ നഷ്ടപ്പെട്ടോ, പക്ഷേ യോഹന്നാൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മാത്രം എടുത്തു കളയാൻ കഴിഞ്ഞില്ല, തൻ്റെ പ്രാർത്ഥനയെ എടുത്തു കളയാൻ കഴിഞ്ഞില്ല. യോഹന്നാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവസഭ രൂപീകരിക്കപ്പെട്ടതുപോലെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിനത്തിൽ ഒരു ദിവസം, ഇതുപോലെ ഒരു ഞായറാഴ്ച ദിവസം യോഹന്നാൻ ഇതേപോലെ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥനയ്ക്കകത്ത് യോഹന്നാൻ അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ തുടങ്ങി. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് താൻ എത്തുന്നതിന് മുമ്പേ കാഹളത്തിനൊത്തൊരു ശബ്ദം കേട്ടോ. ആ ശബ്ദം എന്തെന്നറിയുവാൻ തക്കവണ്ണം താൻ ആത്മാവിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ 7 നിലവിളക്കുകൾ നടുക്കി വെച്ചിരിക്കുന്നു. ആ 7 നിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഒരുവൻ നടന്നു വരുന്ന നിലയങ്കി ധരിച്ച്, മാറത്തു പൊൻകച്ച കെട്ടി, തലയും താടിയും നോക്കിയപ്പോൾ ഹിമത്തോളം വെളുത്തത്, കണ്ണുകളിലേക്കൊന്ന് നോക്കിയപ്പോൾ തീജ്വാല പോലെ നിൽക്കുന്നു, അധരങ്ങളിലേക്ക് നോക്കിയപ്പോൾ തീ തുപ്പുന്ന അഗ്നിനാവുകൾ പോലെ പിളർന്നിരിക്കുന്നു, കാൽപാദത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ ഉലയ്ക്കകത്ത് ചുട്ടുപഴിപ്പിച്ച പൊന്നുപോലെ സ്ഫടികതുല്യമായ ഒരു രൂപ, ആ ഗോമേതക തുല്യമായ ആ ശരീരത്തിലേക്ക് യോഹന്നാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ യോഹന്നാന്റെ അരികിലേക്ക് ഈ രൂപം നടന്നു വരികയാണ്. യോഹന്നാന്റെ അടുക്കലേക്ക് ഈ തേജസ്കരിക്കപ്പെട്ട വ്യക്തി കടന്നു വരുമ്പോൾ ഭയചകിതനായ യോഹന്നാൻ മരിച്ചവനെ പോലെ നിലത്ത് വീണ യോഹന്നാന്റെ തോളത്തൊന്ന് തട്ടിയിട്ട് ഒരു പേർ വിളിക്കുന്ന ശബ്ദം യോഹന്നാൻ കേട്ടോ. ഏതാണ്ട് 60 വർഷങ്ങൾക്ക് മുൻപ് ചങ്കോട് ചാഞ്ഞിരുന്നപ്പോൾ യോഹന്നാൻ കേട്ട അതേ ശബ്ദം, തൻ്റെ ഗുരുനാഥന്റെ യേശുനാഥന്റെ ശബ്ദം. ഗന്നസരത്തിന്റെ തീരത്തിലോ, തിബര്യാസിന്റെ തീരത്തിലോ, ഗലീലയുടെ കടൽ തീരങ്ങളിലോ, യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും മുഴങ്ങിക്കേട്ട അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീനെന്ന് വിളിച്ചു പറഞ്ഞ ശബ്ദം, ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ വന്ന് സൗജന്യമായി കുടിപ്പീൻ എന്ന് പറഞ്ഞ ശബ്ദം, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കുമെന്ന് പറഞ്ഞ ശബ്ദം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം ഏവനും പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുന്നുവെന്ന് പറഞ്ഞ ശബ്ദം, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ ശബ്ദം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ആമേൻ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞ തൻ്റെ അരുമനാഥന്റെ 60 വർഷം മുൻപ് കേട്ട അതേ മാധുര്യ ശബ്ദം തൻ്റെ കാതുകളിൽ അലയടിക്കുമ്പോൾ യോഹന്നാന്റെ അടുക്കൽ ആ ശബ്ദം ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തതൊന്ന് പറഞ്ഞോ, യോഹന്നാൻ നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടരുത് യോഹന്നാൻ. 60 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ എൻ്റെ വലം കൈയിൽ 7 നക്ഷത്രങ്ങൾ കണ്ടോ, പക്ഷേ നീ കാണാത്തതൊന്ന് എൻ്റെ വലം കൈ, എൻ്റെ ഇടം കൈയിലുണ്ട്, അത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലാണ്. യോഹന്നാൻ, നിനക്ക് മരണവിധി വിട്ടത് ഡൊമേഷ്യനാണ്, പക്ഷേ മരണത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമാണ്. നിന്നെ പാതാളത്തിലേക്ക് തള്ളുമെന്ന് പറഞ്ഞത് ഡൊമേഷ്യനാണ്, പക്ഷേ ആ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമാണ്. നീ അവസാനിച്ചുവെന്ന് ലോകം വിധി എഴുതിയെടുത്ത് യോഹന്നാനെ ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേറ്റ് ഏഷ്യ മൈനറിലുള്ള എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയതര, സർദീസ്, ലവോദിക്ക, ഫിലദൽഫിയ എന്നിങ്ങനെ 7 സഭകളോട് നീ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെ പറയണം. നിന്നെ ഇവിടേക്ക് നാടുകടത്തിയ ഡൊമേഷ്യന്റെ കാലഘട്ടം തീർന്നു, അവന്റെ സിംഹാസന ചവറ്റുകുട്ടയിൽ ഞാൻ വലിച്ചെറിയാം. നിന്നെ പത്മോസിന്റെ ദ്വീപിനകത്ത് നിന്ന് ഞാൻ തിരികെ ഏഷ്യ മൈനറിലേക്ക് കൊണ്ടുപോകാം. നീ ലോകം കാണത്തില്ലെന്ന് പറഞ്ഞ ഇടത്ത്
സ്ഥലത്ത് ഞാൻ നിന്നെ തിരികെ കൊണ്ടുപോയി നിന്നെ കൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ നിവർത്തിക്കാം. റോമൻ സാമ്രാജ്യം നിനക്കെതിരെ എഴുതിയ വിഴുതികളെ ഞാൻ കീറിക്കളഞ്ഞിരിക്കുന്നു. പകരം ഞാൻ നിന്നോട് പറയുന്നു നീ തിരികെ റോമിന്റെ മണ്ണിലേക്ക് നീ കടന്നു വരാ. ഇന്ന് രാത്രി ഞാൻ ഈ വചനത്തിന്റെ പശ്ചാത്തലം പറഞ്ഞു പോകുമ്പോൾ ഇന്ന് രാത്രി ഞാൻ നിന്നോട് വിളിച്ചു പറയുന്നു, ചരിത്രം നിനക്കെതിരെ എഴുതിയ, സാമ്രാജ്യം നിനക്കെതിരെ എഴുതിയ, ലോകം നിനക്കെതിരെ എഴുതിയ വിധികളെ തിരുത്തുന്ന സർവശക്തന്റെ വചനമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. 7 സഭകൾക്കുള്ള ദൂതിനെ അടുക്കിലും ചിട്ടയിലും യോഹന്നാൻ കേട്ട് മനപ്പാടമാക്കി വെച്ചോ. എന്നാൽ അവിടം കൊണ്ട് യോഹന്നാനോടുള്ള ദൈവത്തിൻ്റെ ബന്ധങ്ങൾ അവസാനിച്ചില്ല. വീണ്ടും ദർശന പരമ്പര ആരംഭിക്കുകയാണ്. യോഹന്നാൻ വീണ്ടും പ്രാർത്ഥനാ മുറിയിലേക്ക്, പ്രാർത്ഥനാ സമയങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ വേർതിരിച്ചോ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ അതിൽ നിന്നൊന്ന് പറയാം. പ്രാർത്ഥിക്കാൻ ഒരുത്തനുണ്ടെങ്കിൽ മറുപടി പറയാൻ ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കാൻ ഒരുത്തനുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ ഒരു ദൈവമുണ്ട്. ഈ രാത്രി ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുന്നു. പ്രാർത്ഥിക്കാമോ? അങ്ങനെയെങ്കിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിയോ? യോഹന്നാന്റെ പ്രാർത്ഥനാ സമയങ്ങൾ നീണ്ടോ? യോഹന്നാൻ 1-ാം അധ്യായത്തിൽ എഴുതി വെച്ചതുപോലെ പിന്നെയും കാഹളത്തിനൊത്ത ശബ്ദം കേട്ടോ. കാഹളത്തിനൊത്ത ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ താൻ കണ്ടില്ല. 7 നിലവിളക്കുകളെ കണ്ടില്ല. 7 നക്ഷത്രങ്ങളെ താൻ കണ്ടില്ല. പക്ഷേ ഭൂമിയിൽ ഒന്നും താൻ കാണാതിരിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ അന്തരാത്മാവ് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഭൂമിയിൽ ഒന്നും പ്രത്യേകിച്ച് കാണാതിരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തണം. ആമേൻ. 4-ാം അധ്യായത്തിൽ കാഹളത്തിനൊത്ത ശബ്ദം കേട്ട് ഒന്നും കാണാതിരുന്ന യോഹന്നാൻ തന്റെ കണ്ണുകൾ പതുക്കെ ഉയരത്തിലേക്ക് തിരിച്ചു. യോഹന്നാൻ കണ്ടു, ഇതാ തുറന്നിരിക്കുന്ന ഒരു വാതിൽ. ഇന്ന് രാത്രികാല ഭൗമികമായ എല്ലാ സാധ്യതകളും നിന്റെ മുമ്പിൽ അടയുമ്പോൾ ഇന്ന് രാത്രി നിന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമെങ്കിൽ നിനക്ക് തുറന്ന വാതിൽ കാണുവാൻ കഴിയുക. റോമാ സാമ്രാജ്യ സകല വാതിലുകൾ യോഹന്നാന്റെ മുമ്പിൽ കൊട്ടിയടച്ച രാത്രിയിൽ സ്വർഗം യോഹന്നാനെ കാണിച്ചു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. സ്വർഗത്തിൽ തുറന്നിരിക്കുന്ന വാതിൽ കണ്ട യോഹന്നാൻ ആ വാതിലിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഇതാ തൻ്റെ അടുക്കൽ ഒരു ശബ്ദം വിളിച്ചു പറയുന്നു, യോഹന്നാൻ ഇവിടെ കയറി വരിക, യോഹന്നാൻ ഇവിടെ കയറി വരിക. ഇന്ന് രാത്രി നീ അറിയണം, ഡോമേഷ്യനും നീറോയ്ക്കും ഡയോക്ലേഷ്യനും അറിയാത്ത ഒരു വാതിൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. നിന്റെ വഴി അടയ്ക്കാമെന്ന് ആര് ചിന്തിച്ചാൽ നിന്റെ വഴി അടയ്ക്കാമെന്ന് ലോകത്തിന്റെ സാമ്രാജ്യം തലകുത്തി നിന്ന് ചിന്തിച്ചാൽ അവന്റെ നിരൂപണങ്ങൾക്കപ്പുറം നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ ഈ രാത്രി മനുഷ്യൻ വഴിയടച്ച ഇടത്ത് ദൈവം നിനക്ക് വേണ്ടി തുറന്ന വാതിലുകൾ ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് റിലീസ് ചെയ്യുന്നു. ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചന അത് മാറ്റമില്ലാത്തതാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് പത്മോസിൽ യോഹന്നാന് വേണ്ടി വാതിൽ തുറന്നതുപോലെ ഈ 2026 നിനക്ക് വേണ്ടി ഇത് വാതിലിന്റെ തുറവികളുടെ വർഷമാണ്. കയറി ചെന്ന യോഹന്നാൻ ഒരു സിംഹാസനം കണ്ടു. യോഹന്നാൻ പത്മോസിലേക്ക് വന്നത് ഒരു സിംഹാസനം കണ്ടിട്ടാ. ആ സിംഹാസനം ഡൊമേഷ്യൻ്റെ റോമിൻ്റെ സിംഹാസനമായിരുന്നു. എന്നാൽ നിനക്ക് തടവ് വിധിച്ച സിംഹാസനത്തിനപ്പുറം നിനക്ക് ഉയർച്ച വിധിക്കുന്ന ഒരു സിംഹാസനമുണ്ടെന്ന് ദൈവം ആ ദർശനത്തിൽ യോഹന്നാനോട് പറഞ്ഞു. യോഹന്നാൻ ആ വിവശതയിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവിടെ ഒരു സിംഹാസനത്തെ താൻ കണ്ടു. ആ സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിയും പുറപ്പെടുകയാണ്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ താനിങ്ങനെയൊന്ന് നോക്കി സൂര്യകാന്തവും പത്മരാഗവും കൊണ്ട് പണിതെടുത്തതുപോലെ ഇതാ ഒരു വയോധികനായ ഒരുവൻ അതിനകത്തിരിക്കുകയാണ്. ആ സിംഹാസനത്തിന്റെ പുറകിൽ ഒരു പച്ച മരതകവില്ല് ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. ആ സിംഹാസനത്തിന്റെ മുൻപിലേക്ക് നോക്കുമ്പോൾ ഇതാ കണ്ണാടി പോലെ മുഖത്തെ പ്രതിബിംബിക്കുന്ന ഒരു പളുങ്കുകടൽ നിന്ന് അതിനകത്ത് കാണുകയാണ്. അതിന് ചുറ്റുമായി 24 സിംഹാസനങ്ങൾ വെച്ചിരിക്കുന്നു.
24 സിംഹാസനങ്ങളിലോ വെള്ള നിലയങ്കി ധരിച്ച് സ്വർണ്ണ കിരീടങ്ങൾ വെച്ച 24 ശ്രേഷ്ഠന്മാരിയ്ക്കുന്നു. അവരുടെ മുമ്പിലായി 7 കണ്ണുകളുള്ളതായ ദൈവത്തിന്റെ 7 ആത്മാക്കൾ നിൽക്കുന്നു. യോഹന്നാൻ ഇങ്ങനെ ആശ്ചര്യഭരിതനായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ തന്റെ ആശ്ചര്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് 4 മുഖങ്ങളുള്ളതായ 4 ജീവികൾ അതിന്റെ ചുറ്റും പറക്കുന്നു. BC 500-കളിൽ പ്രവാചകനായ യെഹെസ്കേൽ കെബാർ നദീതീരത്തിരുന്നപ്പോൾ കണ്ട ദർശനങ്ങളെ എഴുതി വെച്ചോ. ഞാൻ കണ്ടോ മനുഷ്യന്റെയും കഴുകന്റെയും കാളയുടെയും സിംഹത്തിന്റെയും മുഖമുള്ള ജീവികളെ ഞാൻ കണ്ടോ. ഇപ്പോൾ തന്റെ കുഞ്ഞുനാളിൽ യഹൂദിയ സിനഗോഗുകളിൽ വായിച്ചു കേട്ട യെഹെസ്കേലിന്റെ പ്രവാചക പുസ്തകത്തിലെ തിരുവെഴുത്തുകൾ ഇപ്പോൾ യോഹന്നാൻ തന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുകയാണ്. ഇതാ 6 ചിറകുകളുള്ള കെരൂബുകൾ പാടി ആരാധിക്കുമ്പോൾ ഇതാ ഒന്നിന്റെ മുഖം സിംഹം പോലെ, ഒന്നിന്റെ മുഖം കഴുകുപോലെ, ഒന്നിന്റെ മുഖം കാളയെ പോലെ, ഒന്നിന്റെ മുഖം മനുഷ്യന്റേതുപോലെ. യോഹന്നാൻ ആശ്ചര്യചകിതനായി നോക്കി നിൽക്കുകയാണ്. യോഹന്നാൻ പറഞ്ഞു, ഡൊമേഷ്യൻ വിധിച്ച പത്മോസ് എനിക്കൊരു അനുഗ്രഹമാണ്. കാരണം ഈ പത്മോസ് ആണ് യെഹെസ്കേൽ എഴുതിയ പ്രവചനങ്ങളെ എനിക്ക് കാണുവാൻ സാധിച്ചത്. ഇന്ന് രാത്രി നിന്റെ പത്മോസിനെ വെല്ലുവിളിക്ക്. പത്മോസ് നിന്നെ ഒരുത്തനും കണ്ടിട്ടില്ലാത്ത ദർശനങ്ങളിലേക്ക് കൊണ്ടുപോകും. യെഹെസ്കേൽ കണ്ട ദർശനത്തെ യോഹന്നാൻ ഇവിടെ പിന്നെയും കാണുകയാണ്. എങ്ങനെയാണ് യോഹന്നാൻ, എപ്പോഴാണ് നീ യെഹെസ്കേൽ കണ്ട ദർശനങ്ങളെ 6 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ദർശനത്തെ നീ എങ്ങനെയാണ് കാണുന്നത്? യോഹന്നാൻ പറഞ്ഞു, പത്മോസിന്റെ കഠിന യാഥാർത്ഥ്യങ്ങൾ, പത്മോസിന്റെ കഠിന വേദനകൾ എന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദർശനത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക്. ഇന്ന് രാത്രി നിന്റെ പ്രതികൂലങ്ങളെ നോക്കി പറ, ഇതെനിക്ക് പ്രതികൂലമല്ല, ഇതെന്റെ സാധ്യതകളാണ്, ഇതെന്റെ അത്ഭുത സാധ്യതകളാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, യോഹന്നാൻ അത് കണ്ടു. യോഹന്നാൻ കണ്ട് ആശ്ചര്യഭരിതനായി നിൽക്കുകയാണ്. യോഹന്നാൻ ആശ്ചര്യഭരിതനായി നിൽക്കുമ്പോൾ സ്തോത്ര യോഹന്നാൻ ഒരു ആരാധനാഗീതം കേൾക്കുകയാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ ഒരു സംക്ഷിപ്ത ഭാഗമാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സിംഹാസനവും പച്ച മരതകവില്ലോ, കണ്ണാടിക്കടലും 24 സിംഹാസനസ്ഥന്മാരും സ്വർണ്ണക്കിരീടങ്ങളോ, 4 മുഖങ്ങളും ജീവികളും കെരൂബുകളും പറഞ്ഞ അനന്തര ആ 4-ാം അധ്യായം അവസാനിക്കുന്നത് ഒരു ആരാധനയ്ക്കകത്താണ്. എന്താണ് ആരാധനാ ഗീതം എന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം അധ്യായത്തിന് 11 വാക്യങ്ങളാണുള്ളത്. അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനോ, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വമോ ബഹുമാനമോ ശക്തിയോ കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ഇടുകയാണ്. 24 സിംഹാസനസ്ഥർ അവിടെ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു. അവർ പറയുന്ന ആരാധനയുടെ ശബ്ദം എന്താണെന്നറിയാമോ? സകലവും നീ സൃഷ്ടിച്ചതാണ്, തീർന്നില്ല, സകലവും നിന്റെ ഇഷ്ടത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ എന്നല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാതെ ഭൂതലത്തിൽ ഒരു സംഗതിയും സംഭവിക്കത്തില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ, പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ അത് ദൈവം പറഞ്ഞിട്ടേ നടക്കത്തുള്ളൂ, ദൈവത്തിന്റെ പദ്ധതിക്കകത്തെ നടക്കത്തുള്ളൂ. ഇന്ന് രാത്രി ആരാധിക്കുന്ന മനുഷ്യ, നിന്റെ ആരാധനയ്ക്കകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. എൻ്റെ ദൈവം പറഞ്ഞിട്ടല്ലാതെ, എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്തല്ലാതെ, എൻ്റെ ദൈവത്തിന്റെ ആലോചനയ്ക്കകത്തല്ലാതെ ഒരു കാര്യവും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഒരു ആഭിചാരകൻ ചിന്തിച്ചാലോ, ഒരു മന്ത്രവാദി ചിന്തിച്ചാലോ, ഒരു രാഷ്ട്രീയം ചിന്തിച്ചാലോ, ഒരു ഭരണകൂടം ചിന്തിച്ചാലോ നിന്റെ ജീവിതത്തിൽ ഒരു ഇലയനക്കാൻ കഴിയത്തില്ല. എന്തെങ്കിലും ഒന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അഖിലാണ്ടത്തിന്റെ ഉടയവർ, സർവശക്തൻ, പ്രപഞ്ചത്തിന്റെ നിർമ്മാതാവ്, നിന്റെ അപ്പൻ ചിന്തിച്ചാലേ അത് നടക്കത്തുള്ളൂ. അവൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലെന്നല്ല, അവൻ അനുവദിക്കാതെ, അവന്റെ പദ്ധതിക്കകത്തില്ലാതെ
അല്ലാതെ അവന്റെ പുസ്തകത്തിനകത്തില്ലാത്ത ഒന്നും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ ചലഞ്ച് ചെയ്യുന്നു, എൻ്റെ ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിലല്ലാതെ, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയിലല്ലാതെ, എൻ്റെ ദൈവത്തിൻ്റെ പ്ലാനിലല്ലാത്ത ഒരു സംഗതിയോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തുതി പറഞ്ഞോട്ടെ. ദൈവസഭയുടെ നേരെ, സുവിശേഷത്തിന് നേരെ, അഭിഷക്തന്മാർക്ക് നേരെ, ദൈവജനത്തിന് നേരെ, ആരാധിക്കുന്ന മനുഷ്യന് നേരെ ഒരു ലോകത്തിന്റെ ഭരണകൂടമോ, ഒരു അന്ധകാര ശക്തികളുടെ കൂട്ടുകെട്ടുകളോ, ഒരു മന്ത്രവാദിയുടെ ആഭിചാരയുടെ കവിടികളിൽ നിരത്തപ്പെടുന്ന ഉരുളൻ കല്ലുകളോ, അവന്റെ വേലയ്ക്കകത്ത് അവൻ ചാർത്തപ്പെടുന്ന മഷിക്കകത്ത് തെളിഞ്ഞു വരുന്ന ഒരു ലക്ഷണവിദ്യക്കോ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയും, എൻ തലയിലെ മുടികളുമെല്ലാം നിർണയമവന് നീ അറിയുന്നു. പറഞ്ഞേ, എൻ തലയിലെ മുടികളുമെല്ലാം നിർണയമവന് നീ അറിയുന്നു. ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ, ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. അത്യുന്നതനറിഞ്ഞേ സാധ്യമായിടൂ. ഞാൻ അവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാൻ അവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. എൻ ദൈവമേ, ഇന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാൻ അവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാൻ അവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. എന്നാലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ പറഞ്ഞേ അറിയുന്നു. എന്നാലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ അറിയുന്നു. ഒന്നാതിലേക്കു വീണിടണമെങ്കിൽ, ഒന്നാതിലേക്കു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. അത്യുന്നതനറിഞ്ഞേ സാധ്യമായിടൂ. സ്വർഗീയ പിതാവേ, തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. സ്വർഗീയ പിതാവേ, തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിഹിതം ചെയ്തോ നാം നിസുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിഹിതം ചെയ്യുവാൻ. സ്വർഗത്തിൽ കേട്ട ആരാധനയുടെ ഒന്നാമത്തെ ശബ്ദമിതാ, എൻ്റെ ദൈവത്തിൻ്റെ ഹിതമല്ലാതെ ഉലകത്തിൽ ഒന്നും പണിയപ്പെടത്തില്ല,
ഉലകത്തിലൊന്നും സൃഷ്ടിക്കപ്പെടത്തില്ല. ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് തന്ത്രങ്ങൾ മെനഞ്ഞാലോ അൺലെസ് ദൈവം അനുവദിക്കാതെ അത് സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി കരമുയർത്തി ആരാധനയുടെ ശബ്ദം പറഞ്ഞ് ദൈവം പറഞ്ഞാലേ വല്ലതും നടക്കത്തുള്ളൂ. ജീസസ്. ഇന്ന് രാത്രി ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരികയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം. പുസ്തകം വാങ്ങാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. അതാണ് പ്രധാന വിഷയം. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇവിടെ യോഹന്നാൻ ഒരു ആരാധനയുടെ ശബ്ദം കേൾക്കുകയാണ്. എന്താണ് യോഹന്നാൻ കേൾക്കുന്ന ആരാധനയുടെ ശബ്ദമെന്നറിയാമോ? കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു എന്ന് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ യോഹന്നാൻ കാണുകയാണ്, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. ഇപ്പോൾ യോഹന്നാൻ കേൾക്കുകയാണ്, കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടോ. എൻ്റെ സഹോദരങ്ങളെ, ഈ വാക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. കാരണം യോഹന്നാൻ ഇത് കാണുന്നത് AD 90-കളിലാണ്. ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുൻപ് BC 700-കളിൽ അല്ലെങ്കിൽ 7-ാം ശതക BC 7-ാം നൂറ്റാണ്ടിൽ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകന്റെ പേർ യെശയ്യാവെന്നായിരുന്നു. ഒരിക്കൽ താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ ഒരു ദർശനം കണ്ടു. ആ ദർശനത്തെ പിൽക്കാലത്ത് താൻ പുസ്തകത്തിൽ എഴുതി വെച്ചു. 53-ാം അധ്യായം 7-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്കുന്നവരുടെ മുൻഭാഗം മിണ്ടാതെ ഇരിക്കുന്ന ഒരു ആടിനെ പോലെ ഇതാ ഒരുത്തൻ നടന്നു പോകുന്നു. 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അല്ല 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പ്രവാചകൻ കണ്ടു, ഒരു മനുഷ്യൻ അറുക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു ആടിനെ പോലെ നടന്നു പോകുന്നു. എന്നാൽ 8 നൂറ്റാണ്ടുകൾക്കിപ്പുറം പത്മോസിന്റെ ദ്വീപിലിരുന്ന ഒരു മനുഷ്യൻ കേൾക്കുകയാണ്, യെശയ്യാവ് കേട്ട ആ ശബ്ദം, യെശയ്യാവ് കണ്ടത് അറുക്കാൻ കൊണ്ടുപോയെന്നല്ലേ? അറുക്കാൻ കൊണ്ടുപോയ കുഞ്ഞാടിനെ അറുത്തിരിക്കുന്നു. അറുക്കാൻ കൊണ്ടുപോയ കുഞ്ഞാടിനെ അറുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എപ്പോഴാണ് ആ കുഞ്ഞാടിനെ അറുത്തത്? ആ കുഞ്ഞാടിനെ അറുത്തത് AD 30-കളിലാണ്. ഒലിവുമലയുടെ പൂങ്കാവനത്തിൽ അർദ്ധരാത്രിക്ക് ചെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ആമേൻ, ഹൃദയത്തിന്റെ ഭാരം കൊണ്ട് വിയർപ്പിന് പകരം രക്തത്തുള്ളി വിയർത്തതായ ഒരു കുഞ്ഞാട്, ആമേൻ, മനുഷ്യന്റെ ഇഷ്ടത്താൽ പുരുഷന്റെ ബീജത്താൽ ജനിക്കാതെ കന്യകയായ ഒരു സ്ത്രീ ഗർഭവതിയായി അവളിൽ നിന്ന് ജനിച്ചെഴുന്നേറ്റ് വന്ന ഒരു കുഞ്ഞ്, അവനെ കാണുവാൻ തക്കവണ്ണ കിഴക്കേ രാജ്യത്തിൽ നിന്ന് വിദ്വാൻമാർ നക്ഷത്രത്തെ കണ്ടുവന്ന് വണങ്ങി ആരാധിച്ചവർ 30-ാമത്തെ തിരുവയസ്സ് തുടങ്ങി 3.5 വർഷം യഹൂദ്യയിലും യെരൂശലേമിന്റെ തെരുവീതികളിലും സുവിശേഷം പ്രകാശിച്ച് കുരുടർക്ക് കാഴ്ച നൽകി, ചെകിടർക്ക് കേൾവി നൽകി, മുടന്തരെ എഴുന്നേൽപ്പിച്ച് നടത്തി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, കുനിഞ്ഞവരെ നിവർത്തി, പക്ഷരാവാത രോഗികളെ എഴുന്നേൽപ്പിച്ച് നടത്തി, ഭൂതങ്ങളെ പുറത്താക്കി, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച്, കല്ലറയ്ക്കകത്ത് 4 ദിവസം ഉള്ളവനെ പുറത്തു കൊണ്ടുവന്ന് മഞ്ചത്തിൽ ശവക്കുഴിയിലേക്ക് ഉന്തിക്കൊണ്ടുപോയ കൊച്ചുപയ്യനെ വിളിച്ചു വെളിയിലിറക്കി നിർത്തിയ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരുവൻ, അവനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ നിന്നുള്ള പടയാളികൾ കടന്നു ചെന്ന് കയ്യാമം വെച്ച് വിളിച്ചു കൊണ്ടുപോയി യഹൂദ്യ മതമേലധികാരികളായ ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും അരമനകൾക്ക് മുമ്പിൽ വിസ്തരിച്ചോ. ഇസ്രായേലിലെ നാട്ടുരാജാവായിരുന്ന ഹെരോദാവിന്റെ വിസ്താര സഭയിൽ അവനെ കൊണ്ടുപോയി നിർത്തി. റോമൻ ഗവർണറായ പീലാത്തോസിന്റെ മുൻപാകെ അവനെ കൊണ്ടുപോയി നിർത്തി. 1000 പേർ ചുറ്റി നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് അവനെ ക്രൂശിക്കാൻ, അവനെ കൊല്ലുവാൻ തക്കതായ ഒന്നും കണ്ടില്ല. അവസാനം പട്ടണത്തിൽ കൂടി നിന്ന കാപാലികർ ആർത്തു വിളിച്ചു, അവനെ ക്രൂശിക്കാ, അവനെ ക്രൂശിക്കാ. എന്നാൽ ക്രൂശീകരണത്തിന് ഏറെക്കുറെ തത്തുല്യമായിരിക്കുന്ന ഒരു ശിക്ഷാ നടപടി ഉണ്ടായിരുന്നു. മനുഷ്യനെ മുക്കാലിൽ കെട്ടിയിട്ട് 39 പ്രാവശ്യം ചാട്ട കൊണ്ട് അടിച്ചിക്കുക. ആ അടിക്കകത്ത് ഏറെക്കുറെ അവൻ ചത്തൊടുങ്ങുക തന്നെ ചെയ്യേണ്ടി വരും. അപ്രകാരം മുക്കാലി കെട്ടിയിട്ട് ഉടുവസ്ത്രം പറിച്ചുരിഞ്ഞ് അവന്റെ പുറമുഴവുചാൽ പോലെ കീറത്തക്കവണ്ണം അടിച്ചു കളഞ്ഞു. അതിന് അവനെ നിവർത്തി നിർത്തി അവന്റെ താടിരോമങ്ങളെ പിച്ചിപ്പറിച്ചു മുഖത്ത് കാറിത്തുപ്പി മുഷ്ടി ചുരുട്ടിക്കുത്തി അവന്റെ പല്ലുകൾ ഇളകത്തക്കവണ്ണം ഇടിച്ചു. ഒരു മുള്ളുകൊണ്ടൊരു കിരീടം മെനഞ്ഞ് അവന്റെ തലയിൽ വെച്ച് കയ്യിലിരുന്ന വടിയെടുത്തതിനെ ആഞ്ഞാഞ്ഞടി
പിടിച്ച് അവൻ്റെ ശിരസിനകത്ത് അതിനെ പതിയുമാറാക്കി. ഞാൻ പറഞ്ഞത് ആ കുഞ്ഞാട് അറുക്കപ്പെടുന്ന ദർശനമാണ്. ഞാൻ കടങ്കഥയല്ല, ഐതിഹ്യമല്ല, പകരം AD 30കളിൽ സംഭവിച്ച ചരിത്രമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ആമേൻ. ഗബഥ എന്ന പീലാത്തോസ് എന്ന റോമൻ ഗവർണറുടെ കൽത്തളത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട ആ മനുഷ്യന്റെ മേൽ വലിയൊരു മരക്കുരിശ് എടുത്തു വെച്ചിട്ട് ആമേൻ യെരൂശലേം നഗരത്തിന്റെ സമീപത്തുള്ള കാൽവറി ഗോൽഗോത്ത തലയോടിടമെന്ന് പറയുന്ന പർവ്വത മുകളിലേക്ക് ഈ മനുഷ്യനെ നാട്ടുകാർ പാട്ടും പാടി തള്ളിക്കൊണ്ടുപോകുമ്പോൾ വീണും എഴുന്നേറ്റ് കുരിശിന്റെ കിടയിൽ കിടന്ന് പിടയുന്ന മനുഷ്യനെ കണ്ട് കരയുന്ന യെരൂശലേം സ്ത്രീകളുടെ നടുവിൽ കൂടെ അവൻ പിന്നെയും കുരിശ് ചുമന്ന് കാൽവറിയുടെ ഗിരിമുകളിൽ ചെന്ന് തനിക്ക് വഹിപ്പാൻ കഴിയാത്ത ക്രൂശിനെ നിലത്തിടുമ്പോൾ ആ ക്രൂശിലേക്ക് തന്നെ ചേർത്ത് കിടത്തി കാരിനും പാണികൾ എടുത്തവന്റെ ഇരു കൈത്തണ്ടകളിലോ രണ്ട് കാലുകളെ ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ച് ആഞ്ഞാഞ്ഞടിച്ച് അവന്റെ ശരീരത്തെ ക്രൂശിനോട് ചേർത്ത് നിർത്തിയിട്ട് ആ ശരീരത്തോടുകൂടെ ക്രൂശിനെ എടുത്ത് ഗോൽഗോത്തയുടെ ഗിരിമുകളിലെ കല്ലിടുക്കിൽ ഒന്നിലേക്ക് വലിച്ചു തള്ളിയിടുമ്പോൾ ആ മരക്കുരിശിനകത്ത് കിടന്നവന്റെ ശരീരം ആടി ഉലയുമ്പോൾ അവന്റെ അസ്ഥികൾ ബന്ധം വിട്ടുവെന്ന് സങ്കീർത്തനക്കാരൻ യെരൂശലേമിന്റെ ദൈവാലയങ്കണത്തിൽ പാടിയ പ്രവാചക വാക്യത്തിന് നിവർത്തി വന്നു. ഇരു കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ തൂങ്ങി എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ച് അവൻ പ്രാണനെ വിട്ടു. പിന്നെയോ 60 വർഷങ്ങൾക്കപ്പുറം പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് യോഹന്നാൻ കേൾക്കുകയാണ്, യോഹന്നാൻ നീ കണ്ടില്ലേ ഗത്സമനയിൽ നിന്ന് ഗബഥ വഴി ഗോൽഗോഥയിലേക്ക് ഒരുത്തനെ കൊണ്ടുപോയത്? അവൻ അറുക്കപ്പെട്ടു. നീ കണ്ടില്ലേ ഗത്സമനയിൽ അവൻ വിയർക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം താഴെ വീഴുന്നത്? നീ കണ്ടില്ലേ ഗബഥയിൽ അവന്റെ ശരീരം ഉഴവുചാൽ പോലെ കീറിയപ്പോൾ ധാരധാരയായി ഒഴുകുന്നത്? യോഹന്നാൻ നീ കണ്ടില്ലേ സൂര്യാസ്തമയം ആകുന്നതിന് മുന്നമേ അവന്റെ ചങ്കിനകത്ത് കുന്തം വെച്ച് കുത്തുമ്പോൾ അവസാനതുള്ളി രക്തം വാർന്നൊഴുകിയത്? ആ രക്തത്താൽ അവൻ ഗോത്രങ്ങൾ, ഭാഷകൾ, ജാതികൾ, വംശങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അവർ ഇന്ന് ഭൂമിയിൽ അരിഷ്ടപ്പെടുകയല്ല, അവർ ഇന്ന് ഭൂമിയിൽ ദരിദ്രപ്പെടുകയല്ല, അവർ ഇന്ന് ഭൂമിയിൽ രാജാക്കന്മാരോ പുരോഹിതന്മാരുമായി വാഴുന്നു. അവന്റെ രക്തത്തിന് മനുഷ്യന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയോ? അവന്റെ രക്തത്തിന് മനുഷ്യന്റെ അവസ്ഥകളെ മാറ്റാൻ കഴിയോ? അവന്റെ രക്തത്തിന് ഒരു മനുഷ്യന്റെ പേരിനെ മാറ്റാൻ കഴിയോ? അവന്റെ തലവരയെ മാറ്റാൻ കഴിയോ? ഇന്നൊരു രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അവന്റെ രക്തത്തിന് നിന്റെ തലവര മാറ്റാൻ കഴിയോ? ഇതൊക്കെ പറയുന്നതിന് മുന്നമേ യോഹന്നാൻ കേട്ട ശബ്ദം എന്താണെന്നറിയാമോ? ആരാധനയുടെ ഒന്നാമത്തെ ശബ്ദം, കുഞ്ഞാടേ നീ യോഗ്യനാണ്. എന്തിനാണ് യോഗ്യൻ? പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്രകളെ പൊട്ടിപ്പാനും അത് തുറക്കുവാനും അത് വായിപ്പാനും നീ യോഗ്യനാണ്. അപ്പോൾ ചോദിക്കുക, ഏത് പുസ്തകമായി പറയുന്നത്? അതിന് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരണോ? അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ സിംഹാസനത്തിൽ ഒരുത്തനെ കണ്ടോ, അവൻ ഗോമേതകവും പത്മരാഗവും ചേർന്നുള്ളവനായിരുന്നു. ആ സിംഹാസനത്തിൽ നിന്ന് ഇടിയും മിന്നലും നാദവും പുറപ്പെടുന്നത് ഞാൻ കണ്ടു, കേട്ടോ. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ ഞാനൊരു പുസ്തകം കണ്ടു. ആ വലങ്കയിൽ ഇരിക്കുന്ന പുസ്തകം, മലയാളത്തിൽ അത് പുസ്തകമെന്നാണ്, എന്നാൽ മൂലഭാഷയിൽ അക്കാലഘട്ടത്തിലെ ചുരുൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഐ സോ എ സ്ക്രോൾ ഇൻ ഹിസ് ഹാൻഡ്. ഒരു ചുരുൾ അവൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നു. എന്നിട്ട് അതിങ്ങനെയാണ്, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം എഴുതിയിരിക്കുന്നു, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടോ. യോഹന്നാൻ ഒരു പുസ്തകത്തെ കണ്ടോ, ഒരു ചുരുളിനെ കണ്ടോ. ആ ചുരുളിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അകത്തും പുറത്തും എഴുത്തുണ്ട്.
ഉണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം. ഈ അകത്തും പുറത്തും എഴുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ സംബന്ധിച്ച് സ്തോത്രം, ഒരു പേപ്പറിൻ്റെ ബോത്ത് സൈഡ്, രണ്ട് സൈഡും എഴുതുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. പക്ഷേ ഇത് 2000 വർഷങ്ങൾക്ക് മുൻപ് പാപ്പിറസിനകത്ത്, തുകലിനകത്ത് എഴുതുന്ന കാലഘട്ടങ്ങളിൽ ഒരു തുകലിൻ്റെ രണ്ട് സൈഡിലും ഒരിക്കലും എഴുതാൻ കഴിയത്തില്ല. ഒരു തുകലിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ എഴുതാൻ കഴിയത്തുള്ളൂ. പക്ഷേ യോഹന്നാൻ കണ്ടു, ലോകത്തിന് അസംഭവ്യമായ അളവിൽ, ലോകത്തിന് അസാധ്യമെന്ന് പറഞ്ഞ അളവിൽ ഇതാ ഒരു ചുരുളിനകത്ത് അകത്തും പുറത്തും എഴുതിയിരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി, ഭൂമിയിലെ ഒരുത്തനല്ല ഇത് എഴുതിയിരിക്കുന്നത്, ലോകത്തിലെ ഒരുത്തനല്ല ഇത് എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിലെ ഒരു ലിപിക്കകത്ത്, സ്വർഗത്തിലെ ചുരുളിനകത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, നിന്റെ ജീവിതം എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു മനുഷ്യന്റെ പുസ്തകത്തിലല്ല. നിന്റെ ഭാവി എഴുതപ്പെട്ടിരിക്കുന്നത് അത് ദൈവത്തിന്റെ പുസ്തകത്തിലാണ്. അത് ലോകത്തിൽ ഒരു മനുഷ്യന് എഴുതാൻ കഴിയാത്ത അളവിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു തുകലിന്റെ ഒരു വശത്ത് മാത്രം എഴുതുന്ന കാലഘട്ടത്തിൽ ഇതാ തുകലിന്റെ രണ്ട് വശത്തും എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഗതി കണ്ടോ. ഇനി മാത്രമല്ല, അകത്തും പുറത്തും എഴുതി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ആമേൻ. പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഒരു വാക്കുപോലും ഒന്ന് എഴുതി ചേർക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും കൂട്ടിച്ചേർക്കാൻ ഉലകത്തിൽ ഒരുത്തനും കഴിയത്തില്ല. അതിൻ്റെ അകത്തും പുറത്തും എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് സ്വർഗത്തിലെ ദൈവം നിന്നെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിനകത്ത് നിന്റെ ജീവിതത്തിൻ്റെ നേർവഴികളെ, നിന്റെ ജീവിതത്തിൻ്റെ നാൾവഴികളെ എഴുതിയ പുസ്തകത്തിനകത്ത് ഉലകത്തിലെ ഒരുത്തൻ ചിന്തിച്ചാൽ അതിനകത്തൊരു വള്ളിയാകട്ടെ, പുള്ളിയാകട്ടെ, ഒരക്ഷരമാകട്ടെ, വാക്കാകട്ടെ എഴുതി ചേർക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രം, ഏത് ഭരണകൂടം എനിക്കെതിരെ തിരിഞ്ഞാൽ, ഏത് മനുഷ്യൻ എനിക്കെതിരെ തിരിഞ്ഞാൽ, ഏത് ജാതീയ ശക്തികൾ എനിക്കെതിരെ തിരിഞ്ഞാൽ, ഏത് സമുദായങ്ങൾ കൊമ്പുകോർത്താൽ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പുതിയ വാക്ക് എഴുതി ചേർക്കാൻ ഒരുത്തനും കഴിയത്തില്ല. ഒരു ശാപത്തിന്റെ വാക്കോ, ഒരു ബന്ധനത്തിന്റെ വാക്കോ, ഒരു കഷ്ടതയുടെ എപ്പിസോഡോ ഒരുത്തൻ എഴുതി ചേർക്കാൻ കഴിയത്തില്ല. കാരണം അത് അകത്തും പുറത്തോ എൻ്റെ ദൈവം എഴുതി വെച്ചിരിക്കുകയാണ്. അകത്തും പുറത്തും എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കും എഴുതാൻ പറ്റാത്തതുപോലെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു. ആമേൻ. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, അതെന്ത് ചെയ്യുകയാണെന്നറിയാമോ? അത് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട് വെട്ടിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തെ വേറൊരുത്തന് തുറന്നു വായിക്കാൻ കഴിയത്തില്ലെന്ന്. ഇത് മുദ്രയിട്ട് വെച്ചിരിക്കുന്ന പുസ്തകമാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, ഒരു അഭിഷേകത്തിന്റെ കൃപ വീണ ദൈവ പദ്ധതി അകത്തുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഉലകത്തിലെ ഒരു മഷിനോട്ടക്കാരനോ, ഒരു വിധിയെഴുത്തുകാരനോ, ഒരു ലക്ഷണവിദ്യക്കാരനോ ആമേൻ അവന്റെ ഭാവിയെ നിർണയിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ കുറിച്ച് ആരൊക്കെ ഭാവി എഴുതിയാലോ അത് തിരുത്തപ്പെടോ. കാരണം അവൻ എഴുതിയതല്ല വാസ്തവ. നിന്നെ കുറിച്ച് എഴുതിയ ജ്യോതിഷം സംഭവിക്കത്തില്ല, നിന്നെ കുറിച്ച് എഴുതിയ ജാതകം സംഭവിക്കത്തില്ല. കാരണം നിന്നെ കുറിച്ച് ദൈവം എഴുതി വെച്ച പുസ്തകം, നിന്നെ കുറിച്ച് ദൈവം എഴുതി വെച്ച പുസ്തകം അത് ദൈവം മുദ്രയിട്ട് വെച്ചതാ. അത് ആർക്കും തുറന്നു വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാർക്കും തുറന്നു വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ജ്യോതിഷി അന്ന് പറഞ്ഞതോ, ജാതകത്തിൽ അന്ന് പറഞ്ഞതോ? ഞാൻ പറയാം സഹോദരങ്ങളെ, അത് ഡ്യൂപ്ലിക്കേറ്റാ പറഞ്ഞത്. ഒറിജിനൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല. കാരണം വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, അത് ഒരുത്തനും വായിച്ച് വേറൊരുത്തൻ്റെ ചെവിയിൽ കേട്ടിട്ടില്ല. ഇനി അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. ഇറ്റ്സ് എ മിസ്റ്ററി. അതൊരു രഹസ്യമാണ്. നിന്റെ ജീവിതം ഒരു രഹസ്യമാണ്. നിന്റെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഒരു രഹസ്യമാണ്. അത് നിനക്കോ നിന്റെ കുടുംബക്കാർക്കോ ഉലകത്തിൽ ഒരു പ്രവാചകനോ അത് വായിക്കാൻ കഴിയത്തില്ല. ഇറ്റ്സ് എ മിസ്റ്ററി. അതൊരു അത്ഭുതമാണ്. അത് വെളിപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ നാളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് കാണുമ്പോൾ ലോകം ആശ്ചര്യപ്പെടും.
വിസ്മയമായിരിക്കോ, അത്ഭുതമായിരിക്കോ, അതിശയമായിരിക്കോ. അത് ആർക്കും വായിപ്പാൻ കഴിയാത്തതാണ്. 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടു വെച്ചിരിക്കുന്ന പുസ്തകം. ആമേൻ. പക്ഷേ അത് പൊട്ടിക്കണ്ടേ? അതൊന്ന് വായിക്കണ്ടേ? നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ലോകം അറിയണ്ടേ? നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം ലോകം അറിയണ്ടേ? നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വരദാനങ്ങൾ ലോകം അറിയണ്ടേ? എൻ്റെ കുഞ്ഞെ, എൻ്റെ സഹോദര, എൻ്റെ സ്നേഹിത, ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയട്ടെ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊത്തിരി പദ്ധതികളുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊത്തിരി പ്ലാനുകളുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊത്തിരി സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾ വെളിപ്പെടണമെങ്കിൽ, ആ സ്വപ്നങ്ങൾ വെളിയിൽ വരണമെങ്കിൽ ഇന്ന് രാത്രി നീ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണോ? ആ പുസ്തകം ഒന്ന് തുറന്നു വായിക്കണോ? ആ പുസ്തകം തുറന്നു വായിക്കാൻ ഒരാൾക്കേ കഴിയത്തുള്ളൂ. അറുക്കപ്പെട്ട സ്വന്തം രക്തം കൊണ്ട് ഗോത്രങ്ങൾ, ഭാഷകൾ, ജാതികൾ, വംശങ്ങളിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങാൻ തക്കവണ്ണം ഭൂമിയിൽ അവതരിച്ച ഒരുത്തനുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. അത് ഞാൻ ഉയർത്തിപ്പറയുന്ന യേശു ക്രിസ്തുവാണ്. അവന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി നീ യേശുവിങ്കലേക്ക് വാ. ഈ രാത്രി നീ യേശുവിങ്കലേക്ക് വാ. ഈ രാത്രി നീ യേശുവിങ്കലേക്ക് വാ. യേശുവിന് മാത്രമേ നിന്റെ ജീവിതത്തിന്റെ ഭാവിയുടെ ഏടുകളെ തുറക്കാൻ കഴിയത്തുള്ളൂ. Tonight, ഇന്ന് രാത്രി ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കാരണം അവന് മാത്രമേ അത് തുറന്നു വായിപ്പാൻ കഴിയത്തുള്ളൂ. യോഹന്നാൻ ഈ പുസ്തകം കണ്ടു. ഈ പുസ്തകം ആരുടെ കയ്യിൽ ഇരിക്കുകയാണെന്നറിയാമോ? ഈ പുസ്തകം ഇതാ, ആമേൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ ഇരിക്കുന്നു. ഞാനിവിടെ ചോദിക്കുകയാണ്, യോഹന്നാന് പുസ്തകം കണ്ടതായിരിക്കുമോ സന്തോഷം? അതോ പുസ്തകം ഇരിക്കുന്ന വലങ്കൈ കണ്ടതായിരിക്കുമോ സന്തോഷം? ഇന്ന് രാത്രി ഞാൻ പറയാ, പുസ്തകം രണ്ടാമത്. പക്ഷേ യോഹന്നാൻ ആശ്ചര്യപ്പെട്ടത് എന്ത് കണ്ടിട്ടായിരിക്കുമെന്നറിയാമോ? യോഹന്നാൻ കണ്ടു ദൈവത്തിൻ്റെ വലങ്കൈ കണ്ടോ. യോഹന്നാൻ ദൈവത്തിൻ്റെ വലങ്കൈ കണ്ടോ. യോഹന്നാനെ സംബന്ധിച്ച് ഈ ദൈവത്തിൻ്റെ വലങ്കൈ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. കാരണം യോഹന്നാൻ ഒരു യഹൂദനാണ്. ഈ യോഹന്നാൻ കുഞ്ഞുനാൾ തുടങ്ങി യഹൂദ സിനഗോഗുകളിൽ കടന്നുപോയ മനുഷ്യനാണ്. ഈ ഒരു കൊച്ചു പ്രായം തുടങ്ങി. അപ്പോൾ ആ സിനഗോഗുകളിലൊക്കെ പാടി കേൾക്കുന്നതായ പാട്ടുകൾക്കകത്ത് മുഴുവനും എന്ത് ചെയ്യുന്നുണ്ടെന്നറിയാമോ? ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വലങ്കയ്യെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ആദ്യമായി അവൻ കേട്ട ദൈവത്തിൻ്റെ വലങ്കയ്യെ വർണ്ണിക്കുന്ന പാട്ട് 400 സംവത്സരത്തെ മിസ്രൈമ്യ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ വീണ്ടെടുക്കപ്പെട്ട് അവർ പുറപ്പെട്ടു വരുമ്പോൾ ചെങ്കടലിൻ്റെ തീരത്ത് വെച്ച് അവരെ പറഞ്ഞുവിട്ട ഫറവോൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി കടന്നു വരും. അർദ്ധരാത്രിക്ക് നിലവിളിച്ച ഇസ്രായേലിൻ്റെ നടുവിൽ, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, അർദ്ധരാത്രിക്ക് നിലവിളിച്ച ഇസ്രായേലിൻ്റെ നടുവിൽ ദൈവം ചെങ്കടലിനെ രണ്ടാക്കി തീർത്തു. നമ്മൾ എപ്പോഴും പറയും പൗലോസിനും ശീലാസിനും വേണ്ടി അർദ്ധരാത്രിയിൽ കാരാഗ്രഹവാതിൽ തുറന്നുണ്ട്. കാരാഗ്രഹവാതിലിന് ഇത്രയും വലിപ്പമേ കാണത്തുള്ളൂ. പക്ഷേ ദൈവം അതിനു മുന്നമേ അർദ്ധരാത്രിയിൽ ഒരു സാധനം തുറന്ന്, എന്താണെന്നറിയാമോ? ചെങ്കടലിനെ തുറന്നു. 3 മണിക്കൂറും കൊണ്ട്, എന്ന് പറഞ്ഞാൽ പ്രഭാതയാമമായപ്പോഴത്തേക്ക് ഇവർ എവിടെ എത്തി എന്നറിയാമോ? ഇവർ ഇപ്പുറത്തെത്തി, അക്കരെ എത്തി. അപ്പോൾ 3 മണിക്കൂർ കൊണ്ട് ഏകദേശം 20 ലക്ഷം മനുഷ്യർ, 6 ലക്ഷം കുടുംബങ്ങൾ അക്കരെ കടക്കാൻ തക്കവണ്ണം വീതിയിൽ നട്ടപ്പാതിരായ്ക്ക് ദൈവം എന്തോ ചെയ്തോ? ചെങ്കടലിനകത്ത് ഒരു ഹൈവേ ഓപ്പൺ ചെയ്തോ. ഇന്ന് രാത്രി ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ലോകത്തിൽ ഇത്രയും വലുതായിട്ടുള്ള ഒരു ഹൈവേ ഇന്ന് വരെ ഒരു മനുഷ്യനും പണിതിട്ടില്ല. 6 ലക്ഷം പുരുഷന്മാർ, 6 ലക്ഷം കുടുംബങ്ങൾ 3 മണിക്കൂർ കൊണ്ട് ചെങ്കടലിന് അപ്പുറം എത്തത്തക്കവണ്ണം വിശാലമായ ഒരു വാതിൽ, വിശാലമായ ഒരു വഴിയെ ദൈവം അവിടെ തുറന്നു. ഇസ്രായേൽ ആ വഴിയിൽ കൂടെ അപ്പുറമെത്തി. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി തുറന്ന അതേ വഴിയിൽ കൂടെ ഇപ്പോൾ അവൻ്റെ ശത്രുവ് നടന്നു വരികയാണ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, നീ പ്രാർത്ഥിച്ച് മേടിക്കുന്ന നന്മകൾക്കകത്ത്, ആമേൻ, നിന്റെ ശത്രുവും കയറി വരുന്നത് നീ കാണോ. നീ പ്രാർത്ഥിച്ച് മേടിക്കുന്ന നന്മകൾക്ക് ശത്രുവും അവകാശം പറയുന്നത് കാണോ. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രാർത്ഥനയുടെ
നിലവിളിയുടെ നടുവിൽ, ഇസ്രായേലിന്റെ നിലവിളിയുടെ നടുവിൽ, മോശയുടെ വലങ്കയുടെ മുൻപാകെ തുറക്കപ്പെട്ട ചെങ്കടലിൽ ഫറവോന്റെ ഇരുമ്പ് രഥങ്ങൾ ഇറങ്ങി, ഫറവോന്റെ കുതിരകൾ കുളമ്പടി വെച്ച് മുന്നേക്ക് വരികയാണ്. പക്ഷെ പ്രഭാതയാമത്തിൽ ചെങ്കടലിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന മോശയുടെ വലങ്കരം പിന്നെയും ഉയരുമ്പോൾ ചിറ പോലെ ഒതുങ്ങി നിന്ന ചെങ്കടൽ തിരികെ വന്നു. ആ ചെങ്കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നിന്ന ഫറവോന്റെ ഇരുമ്പ് രഥങ്ങളോ കുഞ്ചിരോമങ്ങളെ കുലുക്കി ആടി വന്ന കുതിരകളും നിലംപരിചായി വീണു. കുതിര കുളമ്പടികൾ ഖട്ടനം ചെയ്യപ്പെട്ട രാത്രി. സ്തോത്ര. തേരുകളുടെയും രഥങ്ങളുടെയും ചക്രങ്ങൾ ഊരിത്തരിച്ച രാത്രി. രാജാക്ക് കൊമ്പ് കുലുക്കി വന്ന മിസ്രൈമ്യ അധികാര വൃന്ദം മുഴുവൻ ചെങ്കടലിന്റെ ആഴത്തിൽ അവൻ മുങ്ങി താഴാൻ തുടങ്ങി. അവന്റെ ഘനമേറിയ ഇരുമ്പ് രഥങ്ങൾ കടലിന്റെ ആഴത്തിൽ ഒതുങ്ങുമ്പോൾ അവന്റെ ശവം ഇത് തീരത്തടിഞ്ഞു കിടക്കുകയാണ്. പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഇസ്രായേൽ നിരകൾ ചെങ്കടലിന്റെ തീരത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങളെ ഭീതിപ്പെടുത്തിയ ഫറവോന് സൈന്യവും ചെങ്കടലിന്റെ തീരത്ത് അടിഞ്ഞു കിടക്കുന്ന ശവങ്ങളായിട്ട് പെട്ടെന്ന് അതിനകത്തൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. അവളുടെ ഭാണ്ഡക്കെട്ടിനകത്തുനിന്ന് അവളുടെ കൊച്ചു സഞ്ചിക്കകത്തുനിന്ന് ഒരു തപ്പെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സഞ്ചിക്കകത്തുനിന്ന് ആ സ്ത്രീ ഒരു തപ്പു എടുത്ത് നിൽക്കുകയാ. ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ട ആ സ്ത്രീയുടെ അടുക്കൽ ചോദിച്ച, അല്ല സഹോദരി, നിങ്ങളൊരു സംഭവം കേട്ടോ, എന്താണെന്നറിയാമോ? ഇത്രകാലം ചെളിക്കണ്ടിലും വൈക്കോൽ കൂനയിലും ഇഷ്ടികക്കളത്തിലും കിടന്നപ്പോൾ നിനക്ക് എങ്ങനെ തോന്നി ഒരു തപ്പെടുക്കാൻ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടാകുമെന്ന് നീ സ്വപ്നം കണ്ടോ? നിനക്ക് കളത്തിൽ കിടന്നപ്പോൾ ഒരു തപ്പുണ്ടാക്കാൻ ആര് നിനക്ക് പറഞ്ഞു തന്നോ? ജീവിതത്തിൽ ഇന്ന് വരെ നീ സന്തോഷം അറിഞ്ഞിട്ടില്ല. നിനക്കൊരാങ്ങളെ ഉണ്ടായിരുന്നത് എങ്ങോട്ടോ ഓടിപ്പോയി, പിന്നൊരാങ്ങളെ ഉണ്ടായിരുന്നതിനെ കാണാനില്ല. അപ്പനും അമ്മയും വേദനയിൽ മരിച്ചുപോയി. കഠിനമായ കഷ്ടതയ്ക്കകത്ത് അടിമവൃത്തിക്കകത്ത് നീ ജീവിച്ചിട്ട് നീ എന്തിനാ ഇങ്ങനൊരു തപ്പുണ്ടാക്കിയത്? അവൾ പറഞ്ഞോ, ജീവിതത്തിന്റെ അടിമത്വങ്ങൾക്കകത്ത്, ഇഷ്ടിക കളത്തിനകത്ത്, വൈക്കോൽ കൂനയ്ക്കകത്ത്, ചെളിക്കുണ്ടിനകത്തും കിടക്കുമ്പോഴോ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ഒരുത്തൻ സ്വർഗത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവൻ ഈ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരും. അവൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റും. ഇഷ്ടിക കളത്തിലിരുന്ന എന്റെ കരത്തിൽ ദൈവത്തിന്റെ സന്തോഷത്തിന്റെ തപ്പ് വരും. അവൾ ഉറപ്പുള്ളവളായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ കഠിനതയുടെ നടുവിൽ നീ അവിടെ അവസാനിക്കുമെന്ന് കരുതരുത് കേട്ടോ. ഇവിടം കൊണ്ടെല്ലാം തീരുമെന്ന് കരുതരുത്. ഇഷ്ടികക്കളത്തിൽ വൈക്കോൽ കൂനയിൽ അടിമത്തത്തിൽ കിടന്ന മിരിയാം എന്ന് പറയുന്ന സ്ത്രീ തപ്പുണ്ടാക്കി അവളുടെ സഞ്ചിക്കകത്ത് സൂക്ഷിച്ചെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വിശ്വസിക്കാൻ വയ്യേ, നിന്റെ ജീവിതത്തിൽ ഇഷ്ടികക്കളത്തിനപ്പുറം ഒരു തപ്പെടുക്കുന്ന ദിനം നിനക്കുണ്ട്. തപ്പെടുക്കുന്ന ഒരു പ്രഭാതം നിനക്കുണ്ട്. അവളന്ന് തപ്പെടുത്ത് പാടി. അന്ന് അവള് തപ്പെടുത്ത് പാടിയപ്പോൾ ഒരു 3 കാര്യം പറഞ്ഞു ദൈവത്തിന്റെ വലങ്കയ്യെ കുറിച്ച്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവൾ പറഞ്ഞു, ഞാൻ കണ്ടു ദൈവത്തിന്റെ വലങ്കൈ, the glorious right hand of God. നിന്റെ ദൈവത്തിന്റെ വലങ്കൈക്ക് എന്തോ ഇത്ര മഹത്വം? അവൾ പറഞ്ഞു, എൻ്റെ ദൈവത്തിന്റെ വലങ്കൈയുടെ 5 വിരലിലും മോതിരം കിടപ്പുണ്ട്. അതാണോ? അല്ല. അവൾ പറഞ്ഞു, അവന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. അവന്റെ വലങ്കൈയുടെ മഹത്വം അവന്റെ കൈയുടെ ബലമാണ്. യോഹന്നാൻ കുഞ്ഞുനാളിൽ കേട്ടിട്ടുണ്ട്, ബലത്തിൽ മഹത്വപ്പെടുന്ന ഒരു വലങ്കരമുണ്ട് ദൈവത്തിനെന്ന്. ഇപ്പോൾ യോഹന്നാൻ തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുകയാണ് ബലത്തിൽ മഹത്വപ്പെടുന്ന വലങ്കൈ. സ്തോത്ര. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. തീർന്നില്ല. അതിൻ്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞിരിക്കുന്നു. യോഹന്നാൻ പത്മോസിൻ്റെ ദ്വീപിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലങ്കൈ കാണുകയാണ്. ആ വലങ്കൈക്കകത്ത് യോഹന്നാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, എനിക്കെതിരായി നിൽക്കുന്ന ഡൊമേഷ്യനെയോ റോമൻ ഭരണകൂടത്തെയും തകർത്ത് കളയുന്ന ദൈവത്തിന്റെ വലങ്കയാണിത്. മിസ്രൈമിലെ ഈജിപ്തിനെ തകർത്ത് കളഞ്ഞെങ്കിൽ റോമിനെ തകർത്ത് കളവാൻ അവന് പ്രയാസമില്ല. ഈജിപ്തിനകത്തു നിന്ന് ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഈ പത്മോസിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അവന് കഴിയും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, നിനക്ക് ദൈവത്തിന്റെ വലങ്കൈ കാണാൻ
കഴിയുന്നുണ്ടോ? Are you able to see the right hand of God? ഇന്ന് രാത്രി ഇതിനകത്ത് ചിലർക്ക് ദൈവത്തിന്റെ വലങ്കൈ വിടുകയാണ്, വെളിപ്പെടുകയാണ്. അവന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടോ, അവന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞോ. അമേ, വീണ്ടും 15-ാം അധ്യായം 12-ാം വാക്യത്തിൽ മിരിയാം അടുത്തതായിട്ട് പറയുകയാണ്, ദൈവം സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കൈ നീട്ടി. അതെ, അവക്ക് വേണമെങ്കിൽ ഒരു കാര്യം പറയാ, എൻ്റെ അച്ചാച്ചൻ കൈനീട്ടി, അല്ലേ എൻ്റെ കുഞ്ഞാങ്ങളെ കൈനീട്ടി. മിരിയാമിന് വേണമെങ്കിൽ പറയാ, എൻ്റെ അനിയൻ മോശ കൈനീട്ടിയപ്പോഴാണ് ഇത് നടന്നതെന്ന്. അവള് പക്ഷേ അങ്ങനെ പറഞ്ഞില്ല. അവൾ എന്താ പറഞ്ഞെന്നറിയാമോ? എൻ്റെ ദൈവ സ്വർഗത്തിൽ നിന്ന് വലങ്കൈ നീട്ടി. അപ്പം നിന്റെ ആങ്ങളെ മോശയോ? അവൻ ചുമ്മാ നീട്ടിയെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നീട്ടിയത് ആരായിരുന്നോ? എൻ്റെ ദൈവമാണ് വലങ്കൈ നീട്ടിയത്. ദൈവം വലങ്കൈ നീട്ടി. എന്തോ സംഭവിച്ചോ? ഭൂമി ഫറവോനെ വിഴുങ്ങി എന്ന് പറഞ്ഞാൽ ഭൂമിയെ നിയന്ത്രിക്കുന്നതാണ് എൻ്റെ ദൈവത്തിൻ്റെ വലങ്കൈ. ഭൂമിയെ നിയന്ത്രിക്കുന്നതാണ് എൻ്റെ ദൈവത്തിൻ്റെ വലങ്കൈ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയുന്നുണ്ട്? ആമേൻ. ബലമുള്ള ദൈവത്തിൻ്റെ വലങ്കൈ, ആമേൻ, ശത്രുവിനെ തകർക്കുന്ന ദൈവത്തിൻ്റെ വലങ്കൈ, ഭൂമിയെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ വലങ്കൈ. ഇതൊക്കെ കൊച്ചുനാളി സിനഗോഗിൽ പാടിക്കേട്ടതാ യോഹന്നാൻ. ഇപ്പോൾ ആ വലങ്കൈ യോഹന്നാൻ എന്ത് ചെയ്യുകയാണെന്നറിയാവോ? കാണുകയാണ്. ഇത് കാണാൻ യോഹന്നാൻ എവിടെ പോയി? യോഹന്നാൻ എവിടെ പോയി? യോഹന്നാൻ ഏത് തിയേറ്ററിലാണ് പോയത്? പത്മോസിന്റെ കഷ്ടതയുടെ തിയേറ്ററിനകത്ത്. ഇന്ന് രാത്രി നീ അറിയണം, നീ ചില പത്മോസുകളിലേക്ക് കടത്തപ്പെടുമ്പോൾ നീ അതിനകത്ത് ദൈവത്തിൻ്റെ പുരാതന മഹത്വങ്ങളെ കാണുകയാണ്. ഇപ്പൊ യോഹന്നാൻ കേട്ടിട്ടുണ്ട് മിരിയാം പാടിയ പാട്ട്. ദൈവത്തിൻ്റെ വലങ്കൈ അത് ബലമുള്ളതാണ്, അത് ശത്രുവിനെ തകർക്കുന്നതാണ്, അത് ഭൂമിയെ നിയന്ത്രിക്കുന്നതാണ്. ആ വലങ്കയെ യോഹന്നാൻ കണ്ടു. പിന്നെയും യോഹന്നാന്റെ മനസ്സിനകത്ത് നിറഞ്ഞു വരികയാണ്. താൻ സങ്കീർത്തനങ്ങളിൽ പാടിക്കേട്ട ഒരു പദമുണ്ട്. 17-ാം സങ്കീർത്തനം 7-ാം വാക്യം, തന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് തൻ്റെ വലങ്കയ്യാൽ രക്ഷിക്കുന്നവനായിരിക്കുന്ന ദൈവം. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, തന്നെ ശരണമാക്കുന്നവനെ അവനോട് എതിർക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ വലങ്കയ്യാൽ രക്ഷിക്കുന്നവനായ ദൈവം. അപ്പം ദൈവത്തെ ഒരുവൻ ശരണമാക്കിയാൽ ആ ശരണമാക്കുന്നവൻ ഏത് പാവപ്പെട്ടവനായിരുന്നാലും അവനെ ഒരുത്തൻ ഉപദ്രവിച്ചാൽ ദൈവം വലങ്കൈ നീട്ടി ഇടയിൽ കയറി നിന്നും പ്രവർത്തിക്കുമെന്ന്. ഇപ്പോൾ യോഹന്നാൻ ആ വലങ്കൈ കാണുകയാണ്. യോഹന്നാൻ ഒരു കാര്യം ഉറപ്പായി, ഞാൻ ദൈവത്തെ ശരണമാക്കുന്നവനാ. ഇന്ന് എന്നോട് എതിർക്കുന്നത് ഡൊമേഷ്യനും റോമാ സാമ്രാജ്യവുമാണ്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ അവനെ ശരണമാക്കുന്നവനാ. തൻ്റെ വലങ്കയ്യാൽ എന്നോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് അവൻ എന്നെ രക്ഷിക്കും. യോഹന്നാന്റെ വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചു വരിക. ഇതാ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലങ്കൈ എനിക്ക് കാണാം. ഇനിയും ഇതിനെക്കാട്ടിലൊക്കെ മനോഹരമായിരിക്കുന്ന വിഷയം അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും കൂടെ ഈ വലങ്കൈക്ക് വേണ്ടി വലങ്കൈയെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. യോഹന്നാനും പത്രോസും ചേർന്ന് ഒരു മുടന്തനെ എഴുന്നേൽപ്പിച്ച് സൗഖ്യമാക്കി. അതിനടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവരെ എല്ലാവരും കൂടെ വളഞ്ഞു നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യുക. യോഹന്നാൻ തിരിഞ്ഞു നിന്നിട്ടൊരു കാര്യം പറഞ്ഞു. യോഹന്നാനും പത്രോസും കൂടെ, നിങ്ങൾ മരത്തിന്മേൽ ഒരുത്തന്നെ തൂക്കിക്കൊന്നത് ഓർമ്മയുണ്ടോ? ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവൻ്റെ പുറകെ നടന്നവനാ. നിങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്ന നസറേത്തുകാരൻ യേശു ഉണ്ടല്ലോ, അവനെ അരിമത്തയിലെ യോസഫിൻ്റെ കല്ലറയിൽ കൊണ്ടുപോയി അടച്ചു. പക്ഷെ 3-ാം ദിവസം ദൈവം അവനെ ഉയർപ്പിച്ചു. 40 ദിവസങ്ങൾ കഴിഞ്ഞ് ഒലിവുമലയുടെ മുകളിൽ നിന്ന് അവനെ ദൈവം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടു. അതെങ്ങനെയാണ് ദൈവം ഉയർത്തിയതെന്നറിയാമോ? തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കും. ഇത് യോഹന്നാൻ പ്രസംഗിച്ചതാ. യോഹന്നാൻ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വലങ്കൈ ഇപ്പോൾ യോഹന്നാൻ കാണുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവ പൈതലേ, ദൈവത്തിൻ്റെ വലങ്കൈ നിന്റെ മുമ്പാകെ വെളിപ്പെടുകയാണ്. ബലമുള്ള ദൈവത്തിൻ്റെ വലങ്കൈ, ശത്രുവിനെ തകർക്കുന്ന ദൈവത്തിൻ്റെ വലങ്കൈ, ആമേൻ, ഭൂമിയെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ വലങ്കൈ, നിന്നോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വലങ്കൈ, നിന്നെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ വലങ്കൈ. യോഹന്നാൻ പ്രവാചക വാക്യങ്ങളെ ഇങ്ങനെ ഏറ്റുപറഞ്ഞോ, ആമേൻ, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ
താങ്ങും എന്നുള്ള വാക്കുകളെ യോഹന്നാൻ ഓർത്തു. പക്ഷേ ഇപ്പോൾ യോഹന്നാൻ നോക്കിയപ്പോൾ ഈ വലങ്കൈ താങ്ങുകയല്ല, ഈ വലങ്കൈ രക്ഷിക്കുകയല്ല, ഈ വലങ്കൈ വീര്യം പ്രവർത്തിക്കുകയല്ല. പകരം ഈ വലങ്കൈ സിമ്പിളി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നറിയാമോ? ഈ വലങ്കൈ ഒരു ചുരുളിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യോഹന്നാൻ നോക്കിയിട്ട് ഒരു കാര്യം പറയുകയാണ്, ദൈവത്തിൻ്റെ വലങ്കൈ പ്രവർത്തിക്കുന്ന വലങ്കൈ മാത്രമല്ല, അവൻ്റെ വലങ്കൈക്കകത്ത് ചിലതുണ്ട്. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ വലങ്കൈക്കകത്ത് എനിക്ക് വേണ്ടിയതുണ്ട്. ദൈവത്തിൻ്റെ വലങ്കൈക്കകത്ത് എനിക്ക് വേണ്ടിയതുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ വലങ്കൈക്കകത്തുള്ളത്? ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ആമേൻ ഒരു 5 ഭാഗങ്ങളെ പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കുക. എന്താണ് ദൈവത്തിൻ്റെ വലങ്കൈയിലുള്ളത്? ആമേൻ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. ഇസ്രായേലിൻ്റെ മിസ്രൈമിൽ നിന്നുള്ള കനാനിലേക്കുള്ള മരുഭൂപ്രയാണം. ആ മരുഭൂപ്രയാണത്തിൻ്റെ അന്ത്യസമയങ്ങളിലേക്ക് അടുത്തു വരുന്ന വേളയിൽ സ്തോത്ര മോവാബ് സമഭൂമിയിലെത്തിയ മോശ എന്ന 40 സംവത്സരത്തോളം അവരെ വഴി നടത്തിയ മനുഷ്യൻ ഇപ്പോൾ മരണത്തോടടുക്കുകയാണ്. തൻ്റെ മരണത്തിന് തൊട്ട് മുൻപേ താൻ ഇസ്രായേലിന് മുൻപാകെ അന്ത്യപ്രഭാഷണം നടത്തുകയാണ്. അന്ത്യപ്രഭാഷണത്തിൻ്റെ ആരംഭ വരികൾ ഇങ്ങനെയാണ് പറഞ്ഞത്: നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ആ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനകത്ത് മോശ 3 കാര്യങ്ങളാണ് മറുപടി പറയുന്നത്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 2-ാം വാക്യം, അവൻ സീനായിൽ നിന്ന് വന്നോ, അവൻ സെയീരിൽ നിന്ന് ഉദിച്ചു, അവൻ പാറാനിൽ നിന്ന് വിളങ്ങി, അവൻ്റെ വലങ്കയിൽ അഗ്നിമയമായ ഒരു പ്രമാണം ഉണ്ടായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ അപ്പിയറൻസിന്, ദൈവത്തിൻ്റെ പ്രത്യക്ഷതയ്ക്ക് 3 കാര്യങ്ങൾ പറയുകയാണ്. ഞാനത് പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഒന്നാമത് പറയുകയാണ്, ദൈവ സീനായിൽ നിന്ന് വന്നോ. എന്താണ് സീനായി എന്ന വാക്കിൻ്റെ അർത്ഥം? ഉടമ്പടി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ഉടമ്പടിയുമായി കടന്നു വന്നോ. രണ്ടാമത് പറയുകയാണ്, ദൈവ സെയീരിൽ നിന്ന് ഉദിച്ചു പൊങ്ങിയെന്ന്. സെയീർ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അപ്പനായ യാക്കോബിൻ്റെ സഹോദരൻ ഏശാവിൻ്റെ പട്ടണം, ഏശാവിൻ്റെ പർവ്വതമാണ് സെയീർ പർവ്വതം. ഇപ്പോൾ ഏശാവിൻ്റെ സെയീർ പർവ്വതത്തിനകത്തുനിന്ന് ദൈവം ഒരു സൂര്യനെ പോലെ ഉദിച്ചു വരികയാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ശത്രുവിൻ്റെ പർവ്വതത്തിൽ നിന്ന് ദൈവം ഒരു സൂര്യനെ പോലെ ഉദിച്ചു വരികയാണ്. മൂന്നാമതായി പറയുകയാണ്, അവൻ പാരാനിൽ ഒരു വിളക്കായിരുന്നുവെന്ന്. എന്താണ് പാരാൻ്റെ പ്രത്യേകത എന്നറിയാമോ? പാരാൻ ഇസ്രായേൽ സഞ്ചരിച്ച ഏറ്റവും വലിയ മരുഭൂമികളിൽ ഒന്നാണ്. അവിടെ മോശ പറയുകയാണ്, ഇരുട്ട് നിറഞ്ഞ ദിശ അറിയാത്ത, ഗതി കിട്ടാത്ത, അഗ്നിസർപ്പവും തേളുകളും നിറഞ്ഞ മരുഭൂമിയിൽ അവൻ എനിക്കൊരു വിളക്കായിരുന്നു. ദൈവം എന്നോട് നിയമം ചെയ്തവനാണ്. ശത്രുവിൻ്റെ നടുവിൽ അവൻ എനിക്കൊരു സൂര്യനാണ്. പ്രതികൂലത്തിൻ്റെ ഇടനാഴികളിൽ അവൻ എനിക്കൊരു വെളിച്ചമാണ്. എന്നിട്ട് അടുത്തതായിട്ട് പറയുക, ദൈവം നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നതേ അവൻ ആരുമില്ലഞ്ഞിട്ടൊന്നുമല്ല. ലക്ഷോപലക്ഷം വിശുദ്ധന്മാരായ ദൂതന്മാർ അവൻ്റെ അടുക്കൽ ഉണ്ടായിട്ടോ അവൻ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നില്ലേ. എത്ര കരുണാസമ്പന്നനായ ദൈവം. എന്നിട്ട് പറയുകയാണ്, അവൻ്റെ കയ്യിൽ അഗ്നിമയമായ ഒരു പ്രമാണമുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? അഗ്നിമയമായ ഒരു പ്രമാണം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, തീയെ ഇഷ്ടമല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി ഇവിടെ തീയെ ഇഷ്ടമല്ല എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? തീയെ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ നാളെ തുടങ്ങി കഞ്ഞി കുടിക്കാൻ പറ്റുകയില്ല. ആമേ, നമ്മുടെ ജീവിതത്തിൽ സകലവും നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? തീക്കകത്താണ് നടക്കുന്നത്. ആമേൻ, വെള്ളം കുടിക്കുന്നത് തുടങ്ങി സകലതും അഗ്നിക്കകത്താണ് നൽകുന്നത്. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ സഹായിക്കുന്ന ഒരു സംവിധാനം എന്താണെന്നറിയാമോ? തീയാണ്. അപ്പോൾ തീയെ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ല. തീയെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഇത്രേ ഇഷ്ടമുള്ള തീയെ പേടിയില്ലാത്തവരാരേലും ഉണ്ടോ? ഇല്ല. ഇന്ന് രാത്രി തീയെ ഇഷ്ടമില്ലാത്ത ഒരാളും ഇതിനകത്തില്ല, തീയെ പേടിയില്ലാത്ത ഒരാളും ഇതിനകത്തില്ല. അപ്പൊ അഗ്നിമയമായ പ്രമാണം എന്ന് പറഞ്ഞാൽ തീ സകല മനുഷ്യനും അനുഗ്രഹമായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന പ്രമാണ സകല മനുഷ്യനും അനുഗ്രഹമാണ്. സകല മനുഷ്യനും അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വലം കയ്യിൽ ഒരു പ്രമാണമുണ്ട്. അമ്മേ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഇപ്പോൾ ഗണ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. അവൻ്റെ പ്രമാണം മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. അവൻ്റെ പ്രമാണം നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കണം. അതവൻ്റെ പ്രമാണമാണ്. ആമേൻ. സ്നാനപ്പെട്ട് കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന മനുഷ്യൻ അവൻ പാപത്തോടും പാപി
പാപികളോടും വേർപെട്ട് ജീവിക്കണം. ആമേ. അശുദ്ധിക്കും വിശുദ്ധിക്കും തമ്മിൽ എന്ത് യോഗ്യത, വിഗ്രഹത്തിനും ദൈവാലയത്തിനും തമ്മിൽ എന്ത് പൊരുത്ത, ദൈവത്തിനും ബിലയാലിനും തമ്മിൽ എന്ത് സമ്പർക്കം ഇല്ല. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പേൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പേ. ദൈവത്തിൻ്റെ അഗ്നിമയമായ പ്രമാണം, അത് മാനസാന്തരമാണ്, അത് സ്നാനമാണ്, അത് വേർപാടിനകത്ത് ജനിക്കുന്ന വിശുദ്ധിയുടെ ജീവിതമാണ്, അത് അപ്പം നുറുക്കുന്നതാണ്, അത് കൂട്ടായ്മ ആചരിക്കുന്നതാണ്. എല്ലാറ്റിലും ഉപരി അവനൊന്ന് കൽപ്പിച്ചോ, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളോ. ആകയാൽ കള്ളനും തുരുമ്പും പുഴുവും നശിപ്പിക്കുന്ന ഈ ലോകത്തിലല്ല നിന്റെ നിക്ഷേപ, സ്വർഗത്തിലാണ് നിന്റെ നിക്ഷേപ. ആകയാൽ സ്വർഗത്തിൽ നീ നിക്ഷേപം ശേഖരിക്കണം. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ കൽപ്പന പ്രമാണിക്കുന്നവനൊരു ദോഷവും വരത്തില്ല. അഗ്നി ഒരു അനുഗ്രഹമാണ്, അഗ്നി ഒരു നന്മയാണ്. നീ മാനസാന്തരപ്പെട്ടാൽ നിന്റെ കുടുംബത്തിൽ നന്മയുണ്ടാകുക, നീ സ്നാനപ്പെട്ടാൽ നിന്റെ കുടുംബത്തിൽ നന്മയുണ്ടാകുക. നീ ഇരുതോണിയിൽ കാലുവെക്കാതെ വേർപെട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ തുടങ്ങിയാൽ ആമേ, നിന്റെ കുടുംബത്തിൽ നന്മയുണ്ടാകുക. വ്യാഴാഴ്ച രാത്രിയിലെ ഡെലിവറൻസിന് മാത്രമല്ല, ആമേ, ഉയർപ്പിന്റെ കർത്തൃ ദിവസത്തിൽ ആത്മാവിലും സത്യത്തിലും വേർപെട്ട് ആരാധിക്കാൻ ധൈര്യത്തോടെ പുസ്തകമെടുത്ത് പട്ടണത്തിന്റെ നടുവിൽ കൂടി നീ നടക്കാൻ തുടങ്ങിയാൽ സന്ധ്യമയങ്ങുന്ന ഡെലിവറൻസ് മീറ്റിംഗിന് മാത്രമല്ല, സൂര്യൻ ഉദിക്കുന്ന ഞായറാഴ്ച ഉയർപ്പിന്റെ ദിനത്തിലെ ആരാധനയ്ക്ക് നീ കർത്താവിന്റെ നാമം ചൊല്ലി ഒന്ന് ഇറങ്ങി തിരിച്ചാൽ അത് നിനക്കൊരു അനുഗ്രഹത്തിന്റെ ആരംഭമായിരിക്കും. അവൻ്റെ പ്രമാണം അഗ്നിമയമാണ്, അതൊരു അനുഗ്രഹമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അഗ്നിമയമായ പ്രമാണം ഈ അഗ്നിയോട് കളിക്കാൻ നിന്നാൽ, ഈ അഗ്നിയെ കൊണ്ട് തീക്കൊള്ളിയെ കൊണ്ട് തലചൊറിയാൻ നിന്നാൽ അതിൻ്റെ റിസൾട്ട് വേറെ ആയിരിക്കാം. ഇന്ന് രാത്രി കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ക്രൈസ്തവതയുടെ മാർഗം ദേശത്തിൽ ഉയർന്നു നിൽക്കുന്നത് പച്ച പരവതാനിക്കകത്തൂടല്ല. ഇത് കടന്നു വന്നത് 1-ാം നൂറ്റാണ്ടിലെ റോമ സാമ്രാജ്യം ഇതിനെ കൊന്നുമുടിക്കുമെന്ന് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം എഴുന്നേറ്റ് വന്ന കാലിഫേറ്റ് ചക്രവർത്തിമാരോ ഒട്ടോമൻ തുർക്കികളോ ക്രൈസ്തവത ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. പിൽക്കാലത്ത് എഴുന്നേറ്റ് വന്ന വോൾട്ടയറിന്റെ തുടങ്ങിയ നിരീശ്വര മതങ്ങൾ ക്രിസ്ത്യാനിത്വം നിഷ്കാസനം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. അനന്തരം എഴുന്നേറ്റ് വന്ന ഹിറ്റ്ലറുടെ നാസിസമോ, മുസോളിനിയുടെ ഫാസിസമോ, സ്റ്റാലിന്റെ കമ്മ്യൂണിസമോ, കാറൽ മാർക്സിന്റെ മാർക്സിസമോ വിളിച്ചു പറഞ്ഞു, മതം മനുഷ്യനെ മയക്കുന്ന മയക്കുമരുന്നാണ്, അത് ലഹരിയാണ്, അത് ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന്. പക്ഷെ മുസോളിനി, നിന്റെ ഫാസിസം എവിടെ? സ്റ്റാലിനെ, നിന്റെ കമ്മ്യൂണിസം ഊർജ്ജശ്വാസത്തിലായില്ലേ? കാറൽ മാർക്സേ, നിന്റെ സിദ്ധാന്തത്തിൽ പണിതെടുത്ത റഷ്യ എന്ന മഹാ USSR എന്ന സോവിയറ്റ് യൂണിയൻ എന്ന നിന്റെ സ്വപ്ന രാജ്യം എവിടെ? തകർന്നു പോയില്ലേ? പക്ഷേ കാറൽ മാർക്സിനെ അതിജീവിച്ച, അഡോൾഫ് ഹിറ്റ്ലറിനെ അതിജീവിച്ച ഇന്ന് സുവിശേഷം പ്രജ്വലിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഈ സുവിശേഷം അത് അഗ്നിയാണ്. അവന്റെ കയ്യിൽ അഗ്നിമയമായ ഒരു പ്രമാണം. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം ഇത് അഗ്നിയുടെ സുവിശേഷമാണ്. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവശക്തി അത് അഗ്നിയുടെ ശക്തിയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഉണർവ് അത് അഗ്നിയുടെ ഉണർവാണ്. ഇതിനെ വേണ്ടും വേണം സ്വീകരിച്ചാൽ ഇത് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റോ. ഇല്ല, ഇതിനകത്തുനിന്നൊരു കൊള്ളിയെടുത്ത് നീ തല ചൊറിയാമെന്ന് ചിന്തിച്ചാൽ, ഇന്ന് രാത്രി ഞാൻ ഒത്തിരി വിനയത്തോടുകൂടി പറയുന്നു, ഈ സുവിശേഷം മാനവരാശിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, ഈ സുവിശേഷത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച് എത്രയോ രാഷ്ട്രങ്ങൾ നിലംപരിചായി, എത്രയോ സാമ്രാജ്യങ്ങൾ നിലംപരിചായി, എത്രയോ ഇസങ്ങൾ ശവപ്പെട്ടിക്കകത്തായി, എത്രയോ മഹാരഥന്മാരുടെ
അടിവേര് വികൃതമായി. എത്രയോ നേതാക്കന്മാരുടെ ജീവിതം അലങ്കോലപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടെ വിനയത്തോടെ പറയുകയാണ്, നിന്നെയും നിന്റെ തലമുറയും ഓർത്ത് ഈ സുവിശേഷത്തിനെതിരെ നിൽക്കരുത്. ഇത് തീയാണ്, ഇത് തീയാണ്. ഇത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് നിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇത് പ്രസംഗിക്കുന്നത്. പക്ഷേ മുള്ളിന്റെ നേരെ ഒതയ്ക്കരുത്, മുള്ളിന്റെ നേരെ ഒതയ്ക്കരുത്. അത് സുവിശേഷത്തിന്റെ അകത്തെ അഗ്നിയുടെ പ്രത്യേകതയാണ്. ദൈവത്തിൻ്റെ വലങ്കയിൽ ഒരു പ്രമാണമുണ്ട്. 5 കാര്യങ്ങളെ ഞാൻ വേഗത്തിൽ പറയാം. 1, ദൈവത്തിൻ്റെ കയ്യിൽ ഒരു പ്രമാണമുണ്ട്. 2, 48 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യത്തിൽ പറയുകയാണ്, അവൻ്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ അപ്പനും അമ്മയും പോലും നിന്നോട് അനീതി കാണിച്ചേക്കാം. നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോ നിന്റെ ഭാര്യയുടെ വീട്ടുകാരോ നിന്നോട് അനീതി കാണിച്ചേക്കാം. നീ ഒരാ പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ച നിന്റെ മുതലാളി നിന്നോട് അനീതി കാണിച്ചേക്കാം. പക്ഷെ ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ വലങ്കരങ്ങളിൽ ഉയർത്ത്. നിന്റെ നീതി അവന്റെ വലങ്കയിലുണ്ട്. 20 വർഷം പരിഹാസ്യമായി തീർന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് ലാബാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച യാക്കോബ് പിറ്റേ ദിവസം മിസ്പ എന്ന ഗലേദ് എന്ന കാവൽ മാടത്തിൽ വെച്ച് തന്റെ അമ്മാച്ചൻ ലാബാന്റെ അടുക്കൽ ഒരു വാക്ക് പറഞ്ഞു. ലാബാൻ, കഴിഞ്ഞ 20 വർഷം നീ എന്നോട് പലതും കാട്ടിക്കൂട്ടി. പക്ഷേ ഇന്ന് ഞാൻ 2 കൂട്ടമായി ഇവിടെ വന്നതിന്റെ പിമ്പിൽ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ ദൈവം എനിക്ക് ന്യായം വിധിച്ചോ. ഞാൻ യാക്കോബിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചോ, അല്ല യാക്കോബേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ കോടതി രാവിലെ 10 മണി തുടങ്ങി 5 മണി വരെയാ. പിന്നെ സാറെങ്ങനാ പറഞ്ഞത് ഇന്നലെ രാത്രി ന്യായം വിധിച്ചെന്ന്? എൻ്റെ അടുക്കൽ യാക്കോബ് വിളിച്ചു പറഞ്ഞു, കുഞ്ഞെ, നീ ഒരു യാഥാർത്ഥ്യം അറിയണോ? ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുകയുമില്ല, അവൻ ഉറങ്ങുകയുമില്ല. അവൻ അർദ്ധരാത്രിയിൽ തന്റെ കോടതി മുറി തുറന്നിട്ട് ന്യായം പാലിച്ചു തരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി അവന്റെ വലങ്കയിൽ നീതിയുണ്ട്. നിന്റെ നീതി ഒരു മനുഷ്യന്റെ കയ്യിലല്ല, നിന്റെ നീതി ഒരു സംഘടനയുടെ കയ്യിലല്ല, നിന്റെ നീതി ഒരു പാർട്ടി പ്രവർത്തകന്റെ കയ്യിലല്ല, നിന്റെ നീതി ഒരു MLA-യുടെയും MP-യുടെയും മുഖ്യമന്ത്രിയുടെയും കയ്യിലല്ല. നിന്റെ നീതി ദൈവത്തിന്റെ വലങ്കയിലാണ്. ഇന്ന് രാത്രി ഏതൊക്കെ സാമ്രാജ്യങ്ങൾ നിനക്കെതിരെ അനീതിയുടെ ചെങ്കോൽ ഉയർത്തിയാൽ നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. എൻ്റെ ദൈവത്തിന്റെ വലങ്കൈ ഇറ്റ്സ് ഫുൾ ഓഫ് റൈച്ചസ്നെസ്. എൻ്റെ ദൈവത്തിന്റെ വലങ്കൈ നീതി നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ വലങ്കയിൽ അഗ്നിമയമായ ഒരു പ്രമാണമുണ്ട്. ഞാനത് അനുസരിക്കുക. അവൻ്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. 3-ാമതായി സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതിൻ്റെ വലങ്കയിൽ ദീർഘായുസ്സുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അവൻ്റെ വലങ്കയിൽ ദീർഘായുസ്സുണ്ട്, അവൻ്റെ വലങ്കയിൽ ദീർഘായുസ്സുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലെ, പിശാച് അവൻ്റെ കയ്യിലുള്ള രോഗത്തിൻ്റെ ശൂലവുമായി നിനക്കെതിരെ കടന്നു വന്നേക്കാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നു, എൻ്റെ ദൈവത്തിന്റെ വലങ്കയിൽ, എൻ്റെ ദൈവത്തിന്റെ വലങ്കയിൽ ദീർഘായുസ്സുണ്ട്. നീ മരിക്കയില്ല, നീ മരിക്കയില്ല. നീ ജീവിച്ചിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുക. ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രി ഈ ആരാധന കഴിഞ്ഞ് നീ മടങ്ങി പോകുമ്പോൾ ചില മാസങ്ങളായി നിന്നെ വേട്ടയാടുന്ന മരണത്തിന്റെ അന്ധകാര ഇന്ന് രാത്രി ഇവിടെ അടിവേര് പറഞ്ഞു മാറുകയാണ് യേശുവിന്റെ നാമത്തിൽ.